ഹായ് ഹലോ വെൽക്കം ടു 90+ ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ. നിങ്ങൾ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഇന്ന് ഞാൻ റിവിഷന് കൊണ്ടുവന്നേക്കുന്നത്. റിവിഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്, എക്സ്ട്രാ റിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ചാപ്റ്റർ 7, 8 ആൻഡ് 9. കുറെ പേർക്ക് അത് കൺഫ്യൂഷൻ ആണ്, കുറെ പേർക്ക് അത് വീണ്ടും പഠിക്കണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ ക്യാമറ ഓൺ ചെയ്യാത്തത്? എല്ലാരും ക്യാമറ ഓൺ ചെയ്തേ. ഒന്ന് വേഗം ആ 7, 8, 9 മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് മറിച്ചു നോക്കിയേ. എന്തെങ്കിലും ഓർമ്മ വരണമെങ്കിൽ വെറുതെ. ഐശ്വര്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ, ഒന്ന് സൗണ്ട് ചെക്ക് ചെയ്യാൻ. ഒരു ഗുഡ് മോർണിംഗോ ഹലോയോ ഹായോ ഹലോ ഇല്ലട. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞേ. യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, താങ്ക് യു. എന്താണ് കഥ മക്കളെ? പഠിച്ച് വരാം, ഒരു മിനിറ്റ്. ക്യാമറ ഓൺ ചെയ്തേടാ ബാക്കിയുള്ളവര്. കൊറേ പേരൊക്കെ ഞാൻ ഇപ്പൊ കാണുന്ന പോലെ ഉണ്ടല്ലോ ആദ്യമായിട്ട്. വൈഷ്ണവ എന്തായി പഠിച്ച്? കുറച്ച് ദിവസമായാലും നിന്റെ ക്യാമറ ഓൺ ചെയ്ത് ഞാൻ കണ്ടിട്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിന്റെ ക്യാമറ ഓഫ് ആയിരുന്നില്ല. ആദ്യ വൈഗ ഓൺ ചെയ്തു. ചന്ദന പറഞ്ഞു. സെൽവകുമാർ, പാരഡോക്സ്, ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോകാർബൺസ്. ഇംഗ്ലീഷ് എക്സാം അലമ്പായിരുന്നോ? ആയിരുന്നു എല്ലാവർക്കും. എന്താണ് അതിൽ അലമ്പ്? ഗ്രാമർ ഇല്ലല്ലോ അതിന്. നിങ്ങൾക്ക് അത്ര അധികം ഒന്നും എഴുതി കഴിയാത്തതാണ്. എന്താ ഉണ്ടായത്? എക്സാമിന് എന്താ പറ്റിയത്? What happened? നല്ലതായിരുന്നു. ബാക്കിയുള്ളവർക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്ക് +1 എ പോലും ഉണ്ടായില്ല ഇംഗ്ലീഷിന്. പക്ഷെ ഇംപ്രൂവ്മെന്റിൽ ഞാൻ A+ ഒക്കെ മാറ്റിയിരുന്നു. ബാനുഷി അന്ന് എല്ലാവരും ഹി എഴുതി പ്രൊഫൈൽ. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞങ്ങൾക്കും ഇംഗ്ലീഷ് ആ സമയത്ത് എന്തോ ഡിഫിക്കൽട്ട് ആയിരുന്നു. എനിക്ക് ഇംഗ്ലീഷും കെമിസ്ട്രിയും ആയിരുന്നു മാർക്ക് ഇല്ലാഞ്ഞത്. എന്നിട്ട് അത് രണ്ടും ഞാൻ ഇംപ്രൂവ് ചെയ്ത് ആ 2 സബ്ജക്റ്റ് മാർക്ക് കൂടി. ക്വസ്റ്റ്യൻ സുഖമില്ലായിരുന്നു, ടൈം കിട്ടിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 10th വരെ എഴുതിയ പോലെയല്ല എക്സാംസ് എന്ന്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈമിന് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകണമെന്ന്. ഇല്ലേ? ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇത്ര നേരം ഇന്ന മാർക്ക് എഴുതാൻ, 2 മാർക്സ് എഴുതാൻ ഇത്ര ടൈം, 3 മാർക്സ് എഴുതാൻ ഇത്ര ടൈം, 4 മാർക്സിന് ഇത്ര ടൈം, ഇങ്ങനെയൊക്കെ നോക്കി പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായ. ഇനി എങ്ങാനും 1 hour ഇപ്പൊ നിങ്ങൾ 3 മാർക്സിന് കൊടുത്തു, 3 മാർക്ക് ആ 1 hour കൊണ്ട് കഴിഞ്ഞില്ല, നിങ്ങൾക്ക് ഒരു 5 minute എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പിന്നെ നിങ്ങൾ എഴുതണം 4 മാർക്കിന്നോ 1 മാർക്കിന്നോ നിങ്ങളുടെ ടൈം റെഡ്യൂസ് ചെയ്യണം. അതിനെയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് 10th വരെ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ആഫ്റ്റർ 10th 11th 12th വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതിയാൽ പോലും ടൈം കിട്ടില്ല എക്സാം എഴുതാൻ. എന്നോട് പറഞ്ഞിട്ടുണ്ടായ കാര്യല്ലേ? ഇനിയുള്ള എക്സാംസിനെങ്കിലും ശ്രദ്ധിക്കും. മാത്സിനൊക്കെ പെട്ടുപോകും. മാത്സ് അതേപോലെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജസ് ആണ് ഏറ്റവും പ്രശ്നം. എല്ലാരും ഹീ വെച്ചിട്ടാണോ പ്രൊഫൈൽ എഴുതിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ സംഭവം? അതെന്ത് ഇഷ്യൂ ആണോ? പ്രൊഫൈല് ഷീയോ ഹീ അങ്ങനെ വന്നോ? എന്താ ഉണ്ടായത്? ആരെങ്കിലും പറ. വൈഗ പറഞ്ഞത് എന്താ വൈഗ ഉണ്ടായത്? എനിക്ക് മനസ്സിലാവണില്ല. കേക്കാം, പറഞ്ഞോ. ഉം ഉം. ഓ 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 പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ അതിന് എന്തെങ്കിലും ലിബറൽ ആക്കി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസിഡറേഷൻ വരും. അത് ആലോചിച്ച് ആരും പേടിക്കണ്ട. അങ്ങനെ ആ ഇല്ല ഇല്ല ഇല്ല, അത് അങ്ങനെ നോക്കണ്ട, അങ്ങനെ ടെൻഷൻ ആവണ്ട. അതൊരു കോമൺ ഇഷ്യൂ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടാവും. കുഴപ്പമില്ല, അതൊന്നും ടെൻഷൻ ആവണ്ട. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്നല്ലാത്ത മിസ്റ്റേക്കുകൾ കോമൺ ആയിട്ട് ഇതിപ്പോ നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞ ഒരേ കൺസേൺ ആണ്. അപ്പൊ ഇതേ കൺസേൺ എന്തായാലും ആ ടീച്ചേഴ്സിന്റെ ബാക്കി ടീച്ചർ
ഫുൾ മാർക്കൊന്നും ഇംഗ്ലീഷിന് ആരും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾക്കും ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടില്ല വിത്തൗട്ട് ഗ്രേസ് മാർക്സ്. സ്കൂളിൽ കിട്ടായിരിക്കും, ഫൈനൽ എക്സാമിന് ആർക്കും ഫുൾ മാർക്ക് കിട്ടില്ല, ഗ്രേസ് മാർക്ക് ആഡ് ചെയ്താലല്ലാതെ. എനിക്ക് കിട്ടുമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഗ്രേസ് മാർക്ക് ഇല്ലാണ്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മന്തി മേടിച്ചു തരും. കർത്താവ് എത്ര പേരുണ്ട് ഈ ക്ലാസ്സില്? 29, ഇപ്പൊ 30 പേര് അയച്ചുള്ളൂ. ബാക്കിയുള്ളവർ കയറുന്നതിലും മുമ്പ് പറഞ്ഞു 30 മന്തി. എത്ര മാസത്തെ സാലറി എടുക്കണം എന്ന് ആലോചിക്കട്ടെ. ഒരു അനാവശ്യ കാര്യങ്ങൾ പറയുന്നത് ക്ലാസ് റെക്കോർഡ് ചെയ്താവോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു. എന്റെ ദൈവങ്ങളെ മതി, തുടങ്ങാം. ഗ്രേസ് മാർക്ക് ഇല്ല, വെരി ഗുഡ്. എനിക്കും ഉണ്ടായില്ല. അഡ്രസ് അയച്ചു തരുമോ? തന്നേക്കണം. എടാ, ഗ്രേസ് മാർക്ക് എങ്ങനെ കിട്ടും? ഈ NSS പിന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് അറിയില്ല, അത് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര ഹൈ മാർക്ക് ആണെങ്കിൽ ആഡ് ആവില്ല, അങ്ങനെ എന്തൊക്കെയുണ്ട്. എനിക്ക് അതിന്റെ കറക്റ്റ് കണ്ടീഷൻസ് അറിയില്ല. എത്രയോ 90, എനിക്കൊന്നും ഗ്രേസ് മാർക്ക് ഒന്നും ആഡ് ആയില്ല. ഞാൻ NSS ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ മാർക്ക് ആഡ് ആയില്ല. നമുക്ക് എത്രയോ മാർക്കിലും കുറവാണെങ്കിൽ മാത്രം ആഡ് ആവുള്ളൂ എന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതിന്റെ ക്രൈറ്റീരിയ. എന്താ കഥ എന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല. പിന്നെ ചില കൊല്ലം എടുത്ത് കളയും. എന്റെ ജൂനിയേഴ്സിന്റെ കൊല്ലം വന്നപ്പോ അതെടുത്ത് കളഞ്ഞു, അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളുണ്ട്. എടുത്ത് എന്തൊക്കെയാണാവും. ഓരോരുത്തർക്ക് ഇപ്പോഴാണ് കുറെ കാലം കഴിഞ്ഞിട്ട് വരുന്നത്. കലോത്സവത്തിന് മാർക്ക് ഉണ്ട്. എടാ, നിങ്ങൾ ഗ്രേസ് മാർക്ക് ഇല്ലാണ്ട് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു. എന്റെ പേര് തന്നെയാണ് എന്റെ ഇൻസ്റ്റഗ്രാം ID. അപ്പോ ഞാൻ നിങ്ങൾക്ക് മന്തി വാങ്ങിച്ചു തരും. ഗ്രേസ് മാർക്ക് ഇല്ലാണ്ടിട്ടാ ഇത്തവണ പിടിച്ച് മാർക്ക് ഇടുകയുള്ളൂ എക്സാം. അതൊന്നും നോക്കണ്ട, അതൊക്കെ എല്ലാ കൊല്ലം പറയണതാ. കേറാത്തതും വിട്ടുപോയി. ബ്രൈറ്റ് ഫോക്സിനെ കണ്ട് ഫോട്ടോ ഇതിലൊക്കെ ആവട്ടെ, മതി. മലയാളം ഹിന്ദിക്കൊക്കെ പൊതുവെ കിട്ടാറുണ്ട്, ഇംഗ്ലീഷിന് ഞാൻ അങ്ങനെ പൊതുവെ കേട്ടിട്ടില്ല വിത്തൗട്ട് ഗ്രേസ്. വേഗം പറഞ്ഞോ. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ സൂപ്പർ ഓക്സൈഡ്. സൂപ്പർ ഓക്സൈഡില് ഓക്സിഡേഷൻ നമ്പർ എത്രയാ? പെറോക്സൈഡ്സ് ഉണ്ട്, സൂപ്പർ ഓക്സൈഡ്സ് ഉണ്ട്, നോർമൽ ഓക്സിജൻ ഉണ്ട്. ഓക്സൈഡ്സ് മൂന്നിടത്തിലും വരുന്നത് പറ. ജോയലെ, നിന്റെ കമന്റ് ഒക്കെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. സൈബ, ക്യാമറ ഓൺ ചെയ്തേ. സൂപ്പർ ഓക്സൈഡ്സ് ആണെങ്കിൽ -1/2, പെറോക്സൈഡ്സ് ആണെങ്കിൽ -1 ആൻഡ് നോർമൽ ഓക്സൈഡ്സ് ആണെങ്കിൽ -2. ഇങ്ങനെയാണ് വരുന്നത്. സോ അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത നോക്കിക്കോ. SO4 2- ഓക്സിഡേഷൻ നമ്പർ പറയാം. SO4 2-. ഓക്സിജന് നമുക്കറിയാം -2 ആണ്. അങ്ങനത്തെ 4 എണ്ണം ഉണ്ട്. സോ 4 × -2 പ്ലസ് സൾഫറിന് നിങ്ങൾക്ക് അറിയില്ല, അതിന് X എന്ന് കൊടുത്തു. ഇതിന്റെ നെറ്റ് ചാർജ് എത്രയാടാ? -2. സോ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് -8 + X is equal to -2, X is equal to +6. ഓക്കെ, അടുത്തത് നോക്കിക്കോ. വേഗം എല്ലാരും കമന്റ് ചെയ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn in KMnO4. KMnO4ല് Mന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ച് ചെയ്യുക. ഇവിടെ കറണ്ട് പോയിക്കാണെങ്കിൽ വേണമെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തോട്ടാ. രണ്ടുപേരുടെ ക്യാമറ അവിടെ കറണ്ട് പോയി കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തോ, കുഴപ്പമില്ല കേട്ടാ. ഒന്ന് ക്ലാസ് ടീച്ചറിന് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. കെന്റെ എന്താ ചെയ്യാ? കെ എന്ന് പറഞ്ഞ ഏത് എലമെന്റാ? പൊട്ടാസ്യം, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ എലമെന്റ്, ആൽക്കലി മെറ്റൽ. 1196. എടാ, എനിക്കും ഉണ്ടായിരുന്നു 1191 അങ്ങനെ എന്തോ ആയിരുന്നു എന്റെ മാർക്ക്. തമാശക്ക് പറഞ്ഞതല്ലേ, എനിക്ക് ശരിക്കും മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് +1 ഇച്ചിരി ഉഴപ്പിപ്പോയതാ. അത് ഞാൻ രണ്ടെണ്ണം ഞാൻ പറയില്ല. എനിക്ക് ഇംഗ്ലീഷിനും കെമിസ്ട്രിക്ക് എനിക്ക് തോന്നുന്നു 62, 80-ൽ 62, ഇംഗ്ലീഷിന് ഭയങ്കര കുറവായിരുന്നു. എന്തോ 20 മാർക്സ് അങ്ങാണ്ട് എന്റെ പോയിട്ടുണ്ടായി. അത് രണ്ടും ഭയങ്കര കുറവായിരുന്നു, ബാക്കിയുള്ളതിന് മാർക്ക് കുഴപ്പമുണ്ടായില്ല. എന്നിട്ട് അത് രണ്ടും ഞാൻ കുത്തിരുന്ന് ഇമ്പ്രൂവ് ചെയ്ത് നല്ല മാർക്ക് ആക്കിയതാ. അപ്പൊ ബാക്കി എടാ, പക്ഷെ ഈ എന്താ പറയാ, ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് മറ്റേ 1200 1200 ഒക്കെ കിട്ടും. അതിൽ പക്ഷെ എനിക്ക് വലിയ ത്രില്ലില്ല. എന്തോന്നാ ഗ്രേസ് മാർക്ക് വെച്ചിട്ട് അതില്ലാണ്ട് നേടണവരോട് ഐ ഫീൽ റെസ്പെക്ട്. അപ്പൊ എന്തായാലും എന്റെ മക്കള് പറ. KMnO4 പൊട്ടാസ്യം ഒരു ആൽക്കലി മെറ്റൽ ആണ്, ബിലോങ്സ് ടു ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ?
ഫസ്റ്റ് ഗ്രൂപ്പ് ആവുമ്പോ ബുക്ക് വേംസ് ആയിരിക്കണം എന്നൊന്നല്ല, മര്യാദയ്ക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കൊക്കെ വാങ്ങാൻ പറ്റും. അത് ബുക്ക് വേംസ് ആയതുകൊണ്ടല്ല, അത് എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ്. അതിൽ അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് എഫേർട്സ്. നോ, കഷ്ടപ്പെട്ടിട്ടല്ലേ കിട്ടണത്. ബുക്ക് വേംസ് ആയിട്ടാണോ അല്ലെങ്കിലോ ആണോ, എങ്ങനെയാണെങ്കിലും ദേ ആർ ഡൂയിങ് ദെയർ ടൈം. ഇംഗ്ലീഷ് പറ്റിച്ചു, പണി കിട്ടി. അപ്പൊ എഴുതിക്കോ KMNO4. അതിപ്പോ കഴിഞ്ഞു. എല്ലാരോടും പറയുന്ന കാര്യം ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനിയിപ്പോ ഇംഗ്ലീഷ് പറഞ്ഞോണ്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് 6 സബ്ജക്ട്സ് അല്ലേ ഉള്ളത്. 6 സബ്ജക്ട്സിൽ ഒരെണ്ണം കഴിഞ്ഞു. ഇനി 5 കൂടെ എഴുതിയാ പോരെ. അങ്ങനെ ആലോചിച്ച് സമാധാനിക്കും. പോട്ടെ. ഇനിയിപ്പോ ഈ കഴിഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കഥയുണ്ട്? യെസ്, മോഡൽ ഈസി, പബ്ലിക് വാസ് മോഡറേറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, മോഡൽ ഈസി ആയതുകൊണ്ട് പബ്ലിക് അങ്ങനെ ഡിഫിക്കൽട്ട് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഈസി ആവില്ല. ഒരു മോഡറേറ്റ് ലെവൽ എക്സ്പെക്ട് ചെയ്യാൻ തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അപ്പൊ എഴുതിക്കോ. K എന്ന് പറഞ്ഞാല് +1, എമ്മിന്റെ നമുക്കറിയില്ല, X എന്ന് കൊടുത്തു. ഓക്സിജന്റെ -2 × 4 which is equal to 0. X - 7 is equal to 0. X is equal to +7. SLC എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു എന്ന് കേട്ടു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ 10th എടുക്കണില്ല. മാർക്ക് കുറഞ്ഞു അറബിക്ക്. നമ്മുടെ കയ്യിലല്ല ക്വസ്റ്റ്യൻ പേപ്പർ, ഓരോരുത്തർ ഇട്ട് വെച്ചേക്കല്ലേ. +2 പരീക്ഷയുടെ കൂടെ അത് നിങ്ങൾക്കൊരു അടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. +2 എക്സാമിന്റെ കൂടി ഇമ്പ്രൂവ്മെന്റ് ആയത്. വിച്ച് മീൻസ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട്. കാരണം നിങ്ങൾക്ക് അന്ന് +2ന്റെ കാര്യം പഠിക്കണം, പിന്നെ അതിന്റെ ഇടയിൽ +1 പഠിക്കണം എന്നൊക്കെ പറഞ്ഞ വലിയ സുഖമുള്ള പരിപാടിയല്ലേ. ഇപ്പോഴേ എഴുതിയെടുക്കണം. ഇംഗ്ലീഷ് ഒന്നും കുഴപ്പമില്ല, ജസ്റ്റ് പോയി എഴുതിയിട്ട് വന്നാൽ പോരെ. ഇത്ര കാര്യമായിട്ട് പഠിക്കണമെന്നൊന്നും പറയാനില്ലല്ലോ. ജസ്റ്റ് ആ കഥയുടെ സമ്മറി വായിച്ചിട്ട് പോയി എഴുതേണ്ട കാര്യമുള്ളൂ. ഇത്ര ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കെമിസ്ട്രി ഒക്കെ പഠിക്കന്നെ വേണ്ടേ. ഇതർ നിങ്ങളപ്പം മുമ്പിരുന്ന് പഠിക്കണം. ആടാ സാന ഞാൻ കേട്ടു, ഇത് ഇവിടെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് എന്തെങ്കിലും കൺസിഡർ ചെയ്യും. നിങ്ങൾ അത് വിട്, വിഷമിക്കാൻ നിൽക്കണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സ്റ്റോക്ക് നൊട്ടേഷൻ. സ്റ്റോക്ക് നൊട്ടേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറ. സ്റ്റോക്ക് നൊട്ടേഷൻ. അതായത് ഏതാ നമ്മുടെ ഈ സെൻട്രൽ അല്ലെങ്കിൽ മെയിൻ ആറ്റത്തിന്റെ മെയിൻ ആറ്റത്തിന്റെ എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്നിട്ട് അതിനെ റോമൻ ന്യൂമറൽസിൽ എഴുതണം. ഒരെണ്ണത്തിന്റെ ആൻസർ എഴുതിയാലും മതി കേട്ടോ. അപ്പൊ AuCl3 എന്ന് പറഞ്ഞാല് Cl is -1. അങ്ങനത്തെ 3 എണ്ണം ഉള്ളത് കൊണ്ട് X - 3 is equal to 0. X is equal to +3. അപ്പൊ എങ്ങനെ എഴുതാ? Au123 Cl3. ഇങ്ങനെയാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ? ടെക്സ്റ്റ് മാറാന്ന് പറഞ്ഞാലും നിങ്ങളത് എഫക്ട് ചെയ്യണില്ലല്ലോ. ടെക്സ്റ്റ് നെക്സ്റ്റ് ഇയർ മാറാൻ പോകുന്നത് നിങ്ങളുടെ അല്ല, +1 സ്റ്റുഡൻസിന്റെ ടെക്സ്റ്റാ മാറുന്നത് കേട്ടാ. നിങ്ങളുടെ മാറുന്നില്ല. നിങ്ങളുടെ അത് കഴിഞ്ഞിട്ടുള്ള കൊല്ലാ മാറുന്നത്. IIT എഴുതിയെടുക്കൂന്നൊക്കെയാണ് പറയണത്. നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് നല്ല സ്ഥലത്തൊക്കെ എത്തുമ്പോൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചോളൂ കേട്ടാ. IIT എടുക്കും. വെരി ഗുഡ്. ഞാനൊക്കെ IITക്ക് വേണ്ടി ട്രൈ ചെയ്തതായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിയെ കൂടിയില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഉഴപ്പായിരുന്നു. വെറുതെ ക്ലാസ്സിന് പോയത് മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ എഫേർട്സ് ഇട്ടിട്ടില്ല. ഇതിന്റെ ആൻസർ എല്ലാരും പറഞ്ഞേ. നിങ്ങൾ ഓർക്കും, നിങ്ങൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കണം. ഞാനല്ലേ നിങ്ങളുടെ ടീച്ചർ, അപ്പൊ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം. പറ. ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ. ദേവപ്രീതി എന്ന് പറഞ്ഞേടാ ഇലക്ട്രോണിക് കൺസെപ്റ്റ്. അതായത് ഇലക്ട്രോണിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഇലക്ട്രോൺസിന്റെ ബേസിസിൽ വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസിന്റെ റിമൂവൽ എന്ന് പറഞ്ഞ എന്താണ്? ആൻഡ് ഇലക്ട്രോൺസിന്റെ അഡീഷൻ. യെസ്, അത്രേ. അടുത്തതിന്റെ ആൻസർ എനിക്ക് ആരാ പറഞ്ഞുതരാ? ഫ്ലൂറിൻ റിയാക്ട്സ് വിത്ത് ഐസ് ആസ് ഗിവൻ ബിലോ. ജസ്റ്റിഫൈ ദിസ് ആസ് എ റിഡോക്സ് റിയാക്ഷൻ. +2 ഡയറക്റ്റ് അഡ്മിഷൻസ് ഇല്ല. IITക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ഇല്ല. പിന്നെ എവിടെ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടുമെന്നാണ്? ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്തോ? ഈ വക കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞു തരാൻ. ഗവൺമെന്റിൽ കിട്ടും. നല്ല മെറിറ്റ് ഉണ്ടെങ്കിൽ. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അന്ന് പക്ഷെ മെറിറ്റ് ബേസ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ മെറിറ്റ് ബേസ്ഡ് അല്ല.
ഇപ്പോ അവിടേക്ക് CUET വരുന്നുണ്ട്, പക്ഷെ അതിന്റെ കട്ട് ഓഫ് ഒക്കെ വലിയ കുഴപ്പമില്ല, ഈസി എക്സാം ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യം അറിയാന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് പറയണത്. നിങ്ങൾ അത്യാവശ്യം എൻട്രൻസുകളൊക്കെ അപ്പിയർ ചെയ്യാം, ബാക്കി വരണോടത്ത് വെച്ചിട്ട്. ഇതൊക്കെ CUET ഒന്നും ഒട്ടും ഡിഫിക്കൾട്ട് അല്ല. നിങ്ങൾ പഠിച്ച ആ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കുറെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നല്ല നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എടുത്തിട്ട് പഠിക്കാൻ. IIT ഖരഗ്പൂർ, എന്റെ കൂടെ പഠിച്ച കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. IIT മദ്രാസിലുണ്ട്, IIT മുംബൈയിലുണ്ട്, ബോംബെയിലുണ്ട്, കുറെ പേരുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെയൊക്കെ നിങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്യും. അതിന്റെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ, പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പൊ എന്റെ മക്കള് പറഞ്ഞോ, ഇങ്ങനത്തെ ഈ ചാപ്റ്ററിൽ ഇങ്ങനത്തെ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതിലത്തെ ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ H2O എന്ന് പറയുമ്പോൾ H is +1, this is -2, this is 0, this is -1, so this is +1, this is +1. പറ, പറഞ്ഞോ. ഓക്സിജന്റെ ഇവിടെ എത്രയാ വരാ? HOF-ല് HOF ബേസ്ഡ് ആണ്, +1 ബേസിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നാണ് കെമിസ്ട്രി സർ പറഞ്ഞത്. +1 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവില്. +2-ൽ ട്രാൻസ്ഫർ വാങ്ങാൻ പറ്റും. നിങ്ങൾ പക്ഷെ കമ്മ്യൂണിറ്റി കോട്ട അങ്ങനത്തെ എന്തെങ്കിലും അഡ്മിഷൻ ഒക്കെ ആണെങ്കിൽ പറ്റില്ല. പക്ക ട്രാൻസ്ഫർ, നിങ്ങളുടെ പക്ക മെറിറ്റ് അഡ്മിഷൻ ആണെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങാൻ പറ്റും. ഓക്കെ, 5 ദിവസം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതിന് മുമ്പ് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കോർ മാർക്സ്. ഒരു തേങ്ങയും പഠിക്കാണ്ട് അവസാനത്തെ 2 ദിവസം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കൊന്നും കിട്ടില്ല. പൈസ കൊടുക്കണോ ചോദിച്ചാൽ വലിയൊരു എമൗണ്ട് ഒന്നും കൊടുക്കണ്ട, ചെറിയ എന്തോ ഒരു എമൗണ്ട് കൊടുത്താൽ മതി. പക്കാ മെറിറ്റ് ബേസ്ഡ് ആണെങ്കിൽ ചെറിയ എന്തോ ഒരു ആപ്ലിക്കേഷൻ ഫീ മാത്രം കണ്ട് കൊടുത്താൽ മതി. നിങ്ങൾ പിന്നെ മാനേജ്മെന്റ് അഡ്മിഷനൊക്കെ ആണെങ്കിൽ പിന്നെ അതൊന്നും നടക്കില്ല, ആ പൈസയൊക്കെ പോകും. വേഗം ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഇത് എന്തുകൊണ്ടാണ് ഒരു റിഡോക്സ് റിയാക്ഷൻ ആയത്? Fe 0-ൽ നിന്ന് Fe ഇത് ഫ്ലൂറിനാ, ഫ്ലൂറിൻ 0-ൽ നിന്ന് -1 ആവും, സോ ഇറ്റ് ഇസ് എ റിഡക്ഷൻ. H2O ഓക്സിജൻ -2-ൽ നിന്ന് 0 ആയി മാറും, സോ ഇറ്റ് ഇസ് എ ഓക്സിഡേഷൻ, സോ ഇറ്റ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ. നിങ്ങളുടെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞത്? റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടെന്നും കാണിക്കണം, ഒരു റിഡക്ഷൻ നടന്നിട്ടുണ്ടെന്നും കാണിക്കണം, അത്രേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്ക് നിഹാൽ. അങ്ങനെ പറ്റൂല നിങ്ങൾക്ക് സബ്ജക്ട് ചേഞ്ച് ചെയ്യാനൊക്കെ? എനിക്ക് അങ്ങനെ അറിയില്ല. CS ബയോയിലേക്കൊക്കെ മാറാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. ഐ ഹാവ് നോ ഐഡിയ. അടിപൊളിയാണ്. ഈ ക്വസ്റ്റ്യൻ വേഗം എല്ലാരും ചെയ്തോട്ടാ, ടൈം കളയണ്ട. നമുക്ക് 9 മണി വരെ ടൈമുള്ളൂ കേട്ടാ. അതുകൊണ്ട് വേഗം ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കാണിക്കാം. അത് ചെയ്യുമ്പോൾ ഡൗട്ട് ഉള്ളവർ എന്നോട് ഡൗട്ട് ചോദിക്കാം, നമുക്കത് ക്ലിയർ ചെയ്യാം. ബാക്കിയുള്ളവര് ചെയ്യട്ടോ. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നോ, യു കാൺട്ട്. മറ്റേ ഇംഗ്ലീഷ് ആണെങ്കിൽ, അല്ല സോറി, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, മലയാളം ആണെങ്കിൽ മലയാളം, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ആ സമയത്ത് അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഇനി ഇപ്പൊ എങ്ങനെയും നിയമം മാറിയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. HOF-ല് 0 ആണ് കേട്ടോ. ഹാദിയ 0. HOF-ന്റെ ഓക്സിഡേഷൻ നമ്പർ വരുന്നത് ഹൈഡ്രജന്റെ +1-ഉം ഫ്ലൂറിന്റെ -1-ഉം ഓക്സിജന്റെ 0 ആണ് വരും. യെസ് ഐശ്വര്യ, ഞാനൊക്കെ +2 കഴിഞ്ഞിട്ടാണ്, +2 കഴിഞ്ഞിട്ടുമല്ല, ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടാണ് ഇൻസ്റ്റഗ്രാം ഒക്കെ എടുക്കണത്.
പ്രശ്നമില്ല. എന്തിന് നിങ്ങളൊക്കെ ഇപ്പൊ ധൃതി പിടിക്കണേ? വെറുതെ വേസ്റ്റ് ഓഫ് ടൈം, ശരിക്കും വേസ്റ്റ് ഓഫ് ടൈം. മമ്മി കേക്കണ്ടാന്ന്. ഓക്കെ, ഇനി ആൻസർ വേഗം പറഞ്ഞതേ. ഓക്സിഡൈസിങ് ഏജന്റിന്റെയും റെഡ്യൂസിങ് ഏജന്റിനെയും നിങ്ങൾ എനിക്ക് പറഞ്ഞായിരുന്നോ? ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ വീണ്ടും എന്താ ചെയ്യേണ്ടത്? ഓരോന്നിന്റെ ഓക്സിഡേഷൻ നമ്പറും റെഡ്യൂസിങ് നമ്പറും കണ്ടുപിടിക്കുക. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. ഓക്സിഡേഷൻ OA is equal to HCl. മതി ഷാഹിദ, അങ്ങനെ പഠിച്ചാൽ മതി. എന്നിട്ട് എനിക്ക് നിന്റെ മാർക്ക് കാണണമെന്നേ ഉള്ളൂ. എന്നിട്ട് ആ 2 ദിവസം നീ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഷാഹിദ് എനിക്കിന്റെ ഉത്തരം പറഞ്ഞുതരും. വേഗം പറഞ്ഞു. ഇതിൽ ഏതാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ഏതാണ് റെഡ്യൂസിങ് ഏജന്റ്? ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? വേഗം പറഞ്ഞു. പറ. അൺമ്യൂട്ട് ആക്കടാ. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിങ്കിന് ഓക്സിഡേഷൻ, ഹൈഡ്രജന് റിഡക്ഷൻ. അതിപ്പോ അതുകൂടെ വലിയ ആവശ്യമൊന്നുമില്ല, അതവിടെ കിടക്കട്ടെ. എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐഡന്റിഫൈ ദി ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡേഷൻ നടക്കുന്ന ആള് ഓക്സിഡൈസിങ് ഏജന്റാ റെഡ്യൂസിങ് ഏജന്റാ? ആര്യന്നാ? എടാ, ഓക്സിഡേഷൻ നടക്കുന്ന ആൾക്ക് ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണോ പറയുക, റെഡ്യൂസിങ് ഏജന്റ് എന്നാണോ പറയാന്ന്? അപ്പൊ അതിൽ ഏതാണ് റെഡ്യൂസിങ് ഏജന്റ്? സിങ്ക് ആണ്. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റോ? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ HCl എന്ന് പറയണ്ടേടാ. ഹൈഡ്രജൻ അവിടെ ആയതുകൊണ്ട് HCl ഇസ് ദി റെഡ്യൂസിങ് ഏജന്റ്. ഇനി ഓക്സിഡേഷൻ നമ്പറിന്റെ ബേസിസിൽ ഓക്സിഡേഷനും റിഡക്ഷനും എനിക്ക് അഭിനവ് പറഞ്ഞുതരും. അഭിനവ് പറഞ്ഞേടാ. വാട്ട് ഈസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ ദ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ നമ്പറിന്റെ ബേസിസിൽ പറയാൻ, അതായത് നമ്പർ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ മതി നീ. നന്നായിട്ട്, വളരെ നന്നായിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ. ഇത്രേ ഉള്ളൂ. പഠിച്ചോട്ടെ. ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. ഇതിനകത്ത് തേങ്ങ പഠിക്കാല്ല, ആകെ 2 ബാലൻസിങ് പഠിക്കാനുള്ളൂ. വാട്ട് ഇസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഹിഷാം ഒന്ന് ഉറങ്ങി വരായിരുന്നു എന്റെ ടീച്ചറെ. ഈ ഉത്തരം പറഞ്ഞേ. വാട്ട് ഇസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ അല്ലെ? റിഡോക്സ് എന്ന് പറഞ്ഞത് ഒരാൾക്ക് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, ഒരാൾക്ക് റിഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോ ഒരു റിയാക്ഷൻ ഡിസ്പ്രപ്പോർഷനേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഒരു സെയിം ആറ്റത്തിന് തന്നെ ഓക്സിഡേഷനും ഒരു സെയിം ആറ്റത്തിന് തന്നെ റിഡക്ഷനും സംഭവിക്കണമെന്ന്. ഇപ്പൊ ഇതൊന്ന് നോക്കിയടാ. 2H2O2 becomes 2H2O plus O2. ഇത് 0, ഇത് -2, ഇത് +1, ഇത് -1, ഇത് +1. നോക്കിയടാ, ഈ ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം തന്നെ റിഡക്ഷനും സംഭവിച്ചു, ഓക്സിഡേഷനും സംഭവിച്ചു. ഒരൊറ്റ ആറ്റത്തിന് തന്നെയാണ് അത് സംഭവിച്ചത്. ഓക്കെ, റിഡക്ഷൻ ഹാപ്പൻ ഫോർ ഓക്സിജൻ, നമ്മുടെ ഓക്സിഡേഷൻ ഹാപ്പൻ ഫോർ ഓക്സിജൻ. രണ്ടും നടന്നത് ഓക്സിജൻ ആണ്. വിച്ച് മീൻസ് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ് H2O2 ഡിസ്പ്രപ്പോർഷനേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓക്സിഡേഷൻ നമ്പർ എഴുതുക. ആ സെയിം ആറ്റത്തിന് തന്നെ ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടെന്ന് കാണിക്കുക, റിഡക്ഷൻ നടന്നിട്ടുണ്ടെന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. ഏത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്താണെന്ന് കാണിച്ചേക്കുന്നതാണ്. പിന്നെ 4 ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്. കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്രപ്പോർഷനേഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ആൾക്കാർ കമ്പൈൻ ചെയ്ത് ഒറ്റ പ്രൊഡക്റ്റ് ആവുന്നു. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷന്റെ ഓപ്പോസിറ്റ്, ഒരൊറ്റ വലിയ പ്രൊഡക്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപിളർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നു. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം, ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം ഇസ് ഡിസ്പ്ലേസ്ഡ് ബൈ an atom or a group of atom. ഇനി ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ കാര്യം, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ ആറ്റം ഇസ് സൈമിൾട്ടേനിയസ്ലി ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്. എല്ലാത്തിന്റെയും ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുക, ജനറൽ ഇക്വേഷനും പഠിക്കുക.
അടുത്ത എഴുതിക്കോ. ബാലൻസ് ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ഇൻ അസിഡിക് മീഡിയം ബൈ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡില് ബാലൻസ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ ഞാൻ തരാട്ടാ. Cr2O7 2 minus plus SO3 2 minus gives Cr3 plus SO4 2 minus. In acidic medium, oxidation number method. എനിക്ക് ക്ലാസ്സിലത്തെ ആരെങ്കിലും പറഞ്ഞു തരണം. കാരണം ഈ ക്വസ്റ്റ്യൻ ഒരു 100 വട്ടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാ. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഇതേ ഡൗട്ട് ചോദിക്കും. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ മനസ്സിലായ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. റോട്രിക്സ് നീ പറഞ്ഞു കൊടുക്കോ എന്താ ചെയ്യണ്ടേന്ന്? സെക്കൻഡ് ലെസണിലെ മാക്സിമം ക്വസ്റ്റ്യൻസാ. ഏത് സെക്കൻഡ് ലെസൺ? +1 സെക്കൻഡ് ലെസനാ സ്ട്രക്ചർ ഓഫ് ആറ്റ. അതെ, ഇരുന്ന് പഠിക്കു പോയി. റെക്കോർഡഡ് ക്ലാസിന്റെ ലിങ്ക് കിട്ടും, അത് വാങ്ങിച്ചു കണ്ടാ മതി. എന്റെ മോനെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചതായിരുന്നു നിന്നോട് ഏത് ചാപ്റ്റർ വേണ്ടതെന്ന്. അപ്പൊ നീയല്ലേ പറഞ്ഞു, നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞ 7, 8, 9 ഒക്കെയാ വേണ്ടതെന്ന്. അപ്പൊ 7, 8, 9 കൊണ്ടുവന്നപ്പോ അവന് സെക്കൻഡ് ചാപ്റ്റർ വേണം. നന്നായിണ്ട്. നാളെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിർത്തിട്ട് വരും. നാളത്തെ ക്ലാസ് സെക്കൻഡ് ചാപ്റ്ററും ഞാൻ നാളെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിക്കാന്ന് വിചാരിച്ചേ. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. വേഗം ചെയ്യ. റോട്രിക്സ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞേ. റോട്രിക്സ് പറഞ്ഞോടാ. എന്തായാലും ഇവർക്ക് ഒരു തേങ്ങ അറിയില്ല എന്ന് തോന്നുന്നു. നീ പറ. ഹലോ, ഇത്തിരി ഉറക്ക പറയോ? നീ എഴുതാണോ? എന്നാ എഴുതിയിട്ട് പറഞ്ഞാ മതി. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ എഴുതണം അല്ലെ? 2 ബാലൻസിങ്ങിലും അത് തന്നെയല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ എഴുതി. വെരി ഗുഡ്. അടുത്തത് ആർക്കാണ് ഓക്സിഡേഷൻ എന്ന് കണ്ടുപിടിക്കുക, ആർക്കാണ് റിഡക്ഷൻ എന്ന് കണ്ടുപിടിക്കുക? ആർക്കാണ് ഓക്സിഡേഷൻ? പിന്നെ റിഡക്ഷൻ. ഒന്നും കൂടെ നീ പറഞ്ഞേടാ. ഓക്സിഡേഷൻ ആർക്കാന്ന്? എങ്ങനെയാവണത്? ക്രോമിയം. എടാ, അത് 6ഉം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ +3 അല്ലേ? അതെങ്ങനെയാ കുറഞ്ഞത് അല്ലെ എവിടെ കൂടിയത്? ഓക്സിഡേഷൻ ആർക്കപ്പോ? സൾഫറിനാണ് ഓക്സിഡേഷൻ, ഇതിന് റിഡക്ഷൻ. പിന്നെ ബാക്കി പറഞ്ഞോ. ബാലൻസ് ചെയ്യാൻ തുടങ്ങണം. അപ്പൊ നീ ആദ്യം എന്താ ബാലൻസ് ചെയ്യാ? ക്രോമിയത്തിന് ബാലൻസ് ചെയ്യാനല്ലടാ. ക്രോമിയം അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ബാലൻസ് ചെയ്യാനുണ്ടോ? ചാർജുകളോ അങ്ങനെ എന്തെങ്കിലും? അഭിറാം ഹെൽപ്പ് ചെയ്യോ നോക്കട്ടെ. കുഴപ്പമില്ല റോട്രിക്സ്, എന്തായാലും നീ ഇത്ര നേരം ഹെൽപ്പ് ചെയ്തില്ല. ബാക്കി അടുത്ത ആളെ പിടിക്കാം. അഭിറാം പറഞ്ഞുതരോ? അറിയില്ല. റുമൈസ പറഞ്ഞുതരോ? ഇൻക്രീസും ഡിക്രീസും സെറ്റ് ആക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ക്രോമിയം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ക്രോമിയം ഇപ്പുറത്ത് +6, അപ്പുറത്ത് +3 ആണ്. പക്ഷെ ഇവിടെ 2 ക്രോമിയത്തിനാണ് +6, അപ്പുറത്ത് ഒരു ക്രോമിയത്തിന് +3. അപ്പൊ അത് രണ്ടും സെയിം ആണ്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പൊ അടുത്തത് നോക്കിക്കോ.
SO3 SO4 അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര എണ്ണത്തിന്റെ ചേഞ്ച് വന്നിട്ടുണ്ട്? എത്ര ഓക്സിഡേഷൻ നമ്പറിന്റെ ചേഞ്ച് വന്നിട്ടുണ്ട്? SO3 2 മൈനസ് SO4 2 മൈനസ്. ഇവിടെ +4ഉം ഇവിടെ +6ഉം അല്ലെ, രണ്ടെണ്ണത്തിന്റെ ഇൻക്രീസ് ആണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? രണ്ടെണ്ണത്തിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ കിട്ടണത്? Cr2O7 2 മൈനസ് +2SO3 2 മൈനസ് gives Cr3 +2SO4 2 മൈനസ്. ഇതാർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്താ ചെയ്തേന്ന്? ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവരുണ്ടോ? ഇല്ല. അടുത്ത സ്റ്റെപ്പ് പറയട്ടെ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓക്സിജനും ഒന്നും കൂടെ പറയണം. എടാ എത്ര ചേഞ്ച് ഉണ്ടെന്ന്? ഹാദിയ എവിടെയാ? ഹാദിയക്ക് എന്താ ഡൗട്ട് പറയട്ടെ? ക്ലിയർ ചെയ്യാം, കുഴപ്പമില്ല, പറഞ്ഞോ. എന്താ ഡൗട്ട്? എന്താ മനസ്സിലാവാത്തെന്ന് പറഞ്ഞോ. +4 +6 എത്ര നമ്പറിന്റെ ചേഞ്ച് വന്നു? 2 നമ്പർ അല്ലെ? ആ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. Cr2 നോക്ക്, ഇത് +6 എന്ന് പറയുന്നത് 2 ക്രോമിയത്തിനാ. ഇവിടെ ഒരു ക്രോമിയത്തിന് +3. അപ്പൊ ഇവിടെ 2 ക്രോമിയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് +6 ആയില്ലേ? അപ്പൊ അവിടെ വേറെ വലിയ ചേഞ്ച് എന്ന് പറയാനില്ലല്ലോ. സോ ഇറ്റ് ഇസ് ഓക്കെ. അവിടെ വേറെ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അടുത്ത ആൻസർ പറഞ്ഞോ. ഇനി നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത് എന്താണ്? ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും ബാലൻസ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് Cr2O7 2 മൈനസ് +2SO3 2 മൈനസ് gives Cr3 +2SO4 2 മൈനസ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ആരാ പറഞ്ഞുതരാ? ദീന പറഞ്ഞുതരും. എന്താ ദീന ചെയ്യേണ്ടത്? ഹലോ. ബാലൻസ് ചെയ്യണം. ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യുന്നതിന് മുൻപ് എന്താ ചെയ്യേണ്ടത്? ഓക്സിജൻ ഹൈഡ്രജൻ ഇപ്പൊ അവിടെ നിൽക്കട്ടെ. ഓക്സിഡേഷൻ നമ്പറും റിഡക്ഷൻ നമ്പർ ഈക്വൽ ആക്കണം എന്ന് പറഞ്ഞാല് അതിനു മുൻപ് എടാ ഈ ക്രോമിയം ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ ഒരു ക്രോമിയം ഉള്ളൂ. അപ്പൊ നോൺ ഓക്സിജനും നോൺ ഹൈഡ്രജനും ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ബാലൻസ് ചെയ്യണ്ടേ? അത് ബാലൻസ് ചെയ്യ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താ പോരെ? 2Cr3 2SO3 അല്ല കേട്ടോ, 3 ആണ് വരേണ്ടത് കേട്ടാ. ഇവിടെ 2 സ്ഥലത്തും 3 ആണ് വരേണ്ടത്. ഓക്കെ. ഷായിദേ, നീ അവിടെ കമന്റ് ബോക്സിൽ 2 മൾട്ടിപ്ലൈ എന്നിട്ടാണ് 3 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നീ തന്നെ നിന്റെ കമന്റ് എടുത്ത് നോക്കിയേ. 3 ആണ്. ഓക്കെ. 3SO3 ചാർജ് ബാലൻസ് ചെയ്യണമെങ്കിൽ 2 സ്ഥലത്ത് 3 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കേട്ടാ. നീ വല്ല ബുക്ക് എടുത്ത് വെച്ചേടാ. നിന്റെ കയ്യിൽ ഒരു സാധനവും ഇല്ല, നീ ഇങ്ങനെ ഇരിക്കുക അവിടെ. ബുക്ക് തുറന്നേ, ഒരു പേന എടുത്തേ. ഈ ലാസ്റ്റ് നിമിഷമായിട്ട് നിങ്ങൾ എന്താ സീരിയസ് ആവാത്തത്? ഇനി എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനി നമ്മള് ടീച്ചറിനെ പ്രാങ്ക് ആക്കിയത്, നീ ഒന്ന് പോയേ. ഇനി അടുത്തത് നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ആരെ ബാലൻസ് ചെയ്യാ? ഓക്സിജനെ ബാലൻസ് ചെയ്യും. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ആരെ ആഡ് ചെയ്ത് കൊടുക്കുക? വാട്ടറിനെ ആഡ് ചെയ്ത് കൊടുക്കും. അതായത് എത്ര ഓക്സിജൻ വേണോ അത്രയും H2O ആഡ് ചെയ്യും. കാരണം ഒരു H2O ഒരു ഓക്സിജൻ ആണുള്ളത്. അപ്പൊ എത്രണ്ണം വേണോ അത്രണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്രത്തോളം ഹൈഡ്രജൻ വേണോ അത്രയും H+ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് എന്ത് മീഡിയത്തിലാണ്? അസിഡിക് മീഡിയത്തിലാണ്. എടാ മുസ്താഖ് എന്ന് പറയുമ്പോൾ പൊതുവെ ബോയ് ആയിരിക്കും. നിങ്ങൾ എല്ലാരും ബോയ് എന്ന് വെച്ചിട്ട് കണ്ടല്ലേ എഴുതിയത്. അത് പോട്ടെ, അത് എന്തായാലും എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും. അപ്പൊ അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിന്റെ കെമിസ്ട്രിയുടെ മാർക്ക് കളഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഹൈഡ്രോ കാർബണിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ചെയ്യാം. വേഗം ചെയ്തോ.
അപ്പൊ ക്രോമിയം ആഡ് ചെയ്തു. യെസ്, പാസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടാ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഇനി നോക്കിയടാ, ഇവിടെ മൊത്തത്തില് 9 + 7, ഇവിടെ മൊത്തത്തില് 12. 9 + 7 16, ഇവിടെ 12. അതായത് അത്രയും ഓക്സിജൻ ആറ്റം ഉണ്ട്. സോ ബാലൻസ് ചെയ്യണമെങ്കിൽ ഞാൻ എത്ര വാട്ടറിന് ആഡ് ചെയ്യണം? 4 H2O കൂടെ ആഡ് ചെയ്താ പോരെ? 4 വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്താ പോരെ? സോ അപ്പൊ അപ്പുറത്തെ സൈഡിൽ 4 H2O ഞാൻ ആഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യാ? ആ H2O ആഡ് ചെയ്തതിന് ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ആഡ് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഹൈഡ്രജൻ ആഡ് ചെയ്തോ? ഇവിടെ 4 H2O ആഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇപ്പത്തെ എത്ര ഹൈഡ്രജൻ ആഡ് ചെയ്യണം അത് ബാലൻസ് ചെയ്യണമെങ്കിൽ? 4H2, 8 H+ ആഡ് ചെയ്യണം. Cr2O7 2- plus 3SO3 2- plus 8H+ gives 2Cr3 plus 3SO4 2- plus 4H2. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ചെയ്യേണ്ടത്. ഇതാരാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒറ്റയ്ക്ക് ഒന്ന് പറഞ്ഞുതരാം? സന പറഞ്ഞു കൊടുക്കോ, എന്താ നമ്മൾ ചെയ്തത് ഇത്ര നേരം? സമയം കിട്ടില്ല എക്സാമിന്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞ കാര്യല്ലേ. സന ഇല്ല. നിഹാൽ ഒന്ന് പറഞ്ഞു കൊടുത്തേടാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യം തന്നെ അല്ലല്ല, ആദ്യം തുടങ്ങി. ഒരു ക്വസ്റ്റ്യൻ നിനക്ക് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നീ അത് ഓക്സിഡേഷൻ നമ്പർ എഴുതണം. ആൻഡ് ദെൻ ആർക്കാണ് ഓക്സിഡേഷൻ എന്ന് കണ്ടുപിടിക്കുക, ആർക്കാണ് റിഡക്ഷൻ എന്ന് കണ്ടുപിടിക്കുക. അതിന് മുമ്പ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടല്ലോ. ഡിഫറൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഡിഫറൻസ് ബാലൻസ് ചെയ്യാൻ നീ എന്താ ചെയ്യാ? കൊടുക്കും. അതായത് ഇതിന്റെ വന്ന ചേഞ്ച് ഞാൻ ഇതിനും കൊടുത്തു, ഇതിന് വന്ന ചേഞ്ച് ഞാൻ, അതായത് സൾഫറിന്റെ വന്ന റിഡക്ഷൻ വന്നത് സൾഫറിനായിരുന്നു, അതിന്റെ ചേഞ്ച് ഞാൻ ഓക്സിഡേഷന്റെ ആൾക്കും കൊടുത്തു, മറ്റേത് ഓപ്പോസിറ്റ് ആയിട്ടും കൊടുത്തു. ഇവിടെ ക്രോമിയത്തിന്റെ കേസിൽ അത് കൊടുക്കേണ്ട വന്നില്ല, ബിക്കോസ് 2 ക്രോമിയം ആകുമ്പോൾ അത് ബാലൻസ്ഡ് ആണ്. മറ്റേതിന്റെ കേസിൽ ഞാൻ എന്താ ആഡ് ചെയ്ത് കൊടുത്തു? ക്രോമിയത്തിന്റെ ചേഞ്ച് ഞാൻ സൾഫറിന് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, അടുത്തത് ഓക്സിജനെ ബാലൻസ് ചെയ്യണം, ഹൈഡ്രജനെ ബാലൻസ് അല്ല, അതിന് മുമ്പ് നോൺ ഓക്സിജനും നോൺ ഹൈഡ്രജനും ആയിട്ടുള്ള ആൾക്കാരെ ബാലൻസ് ചെയ്യണം. അപ്പോ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നോക്കാം രണ്ട് സൈഡിലും. എത്ര ഓക്സിജൻ ആഡ് ചെയ്യണോ അത്രയും വാട്ടർ മോളിക്യൂൾസിന് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, വാട്ടറിന് ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഹൈഡ്രജൻ കൂടും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഞാൻ ഇപ്പുറത്ത് ആഡ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ഇതിപ്പോ ബേസിക് മീഡിയ ആണെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? OH- ആഡ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. അയോൺ ഇലക്ട്രോൺ മെത്തേഡ് അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്, അതിനകത്ത് വരുന്ന മെയിൻ വ്യത്യാസം എന്താടാ? അതിനകത്ത് വരുന്ന മെയിൻ ഡിഫറൻസ് രണ്ട് ഡിഫറെന്റ് സെക്ഷൻസ് ആക്കിയിട്ട് ചെയ്യണം. ഓക്സിഡേഷൻ ഹാഫ്, റിഡക്ഷൻ ഹാഫ് എന്ന് പറയുന്ന 2 സെക്ഷൻസ് ആക്കിയിട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ തരാം. എടാ പോസ്റ്റുലേറ്റ്സ് ഒക്കെ നീ കറസ്പോണ്ടിങ് ഒരു സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചാൽ മാറിപ്പോവില്ല. അത് വന്നതിന്റെ ഓർഡറിൽ നീ പഠിച്ചാൽ മതി. വേഗം ചെയ്തോട്ടാ. ഓക്സിഡേഷൻ ഹാഫ് കണ്ടുപിടിക്കുക, റിഡക്ഷൻ ഹാഫ് കണ്ടുപിടിക്കുക, ചെയ്യാം.
സെക്കൻഡ് ചാപ്റ്റർ കുറെ സമയം വേണം പഠിക്കാൻ. ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ പ്രോക്രാസ്റ്റിനേഷൻ ആണ്. അതായത് പിന്നെ പഠിക്കാം, നാളെ പഠിക്കാം, രാവിലെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം. നത്തിങ് വർക്ക്സ്. ഇപ്പൊ പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ പഠിക്കണം. ഇപ്പത്തെ ക്ലാസ്സിൽ നീ അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം. എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നീ പഠിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിനക്ക് എന്ത് ഇപ്പൊ തന്നെ ഇരുന്ന് എന്റെ കൂടെ ഇരുന്ന് പഠിച്ചു തുടങ്ങിയാല് സമയം ഉണ്ടെന്ന് പറയുന്നത് വെറും തോന്നലാണ്. നിങ്ങൾ വിചാരിക്കും ഒരു ദിവസം കൊണ്ട് ഇത്രയും തീർക്കാന്ന് വെച്ചിരുന്ന ഡെഫിനറ്റ്ലി അത് തീരില്ല. കിട്ടുന്ന സമയം മുഴുവൻ യൂട്ടിലൈസ് ചെയ്യണം പഠിക്കാൻ. വേഗം ചെയ്തോട്ടോ. ഇതിന്റെ എനിക്ക് സംഗീത് പറഞ്ഞുതരും എങ്ങനെയാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം തന്നെ എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ടീച്ചർ O2 ഇല്ല പ്രൊഡക്റ്റിൽ O2 ഇല്ല, ഓക്സിജൻ ഇല്ല, കുഴപ്പമില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്സിജൻ നമുക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്താൽ പോരെ. ഓക്കേടാ. ആർക്കാണ് അപ്പൊ ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ? അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ട കാര്യം. എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എഴുതാ. ആർക്കാ ഓക്സിഡേഷൻ, ആർക്കാ റിഡക്ഷൻ എന്ന് കണ്ടുപിടിക്കാം. ഓക്സിഡേഷൻ ഹാഫ് ഇങ്ങനെ എഴുതരുത് കേട്ടാ, ഞാൻ എഴുതണോന്ന് വിചാരിച്ചിട്ട്. ഓക്സിഡേഷൻ ഹാഫ് എന്നൊക്കെ മര്യാദയ്ക്ക് എഴുതിക്കോളും. Fe2 പ്ലസ് Fe3 പ്ലസ് ആവണത് കാരണം 2 പ്ലസ് 3 പ്ലസ് ആയി. റിഡക്ഷൻ ഉണ്ടാവണത് Cr2O7 2 മൈനസ് Cr3 പ്ലസ് ആവണത് കാരണം ഇത് +6 ആയിരുന്നു, ഇറ്റ് ബിക്കെയിം +3. ഇത്രയും കാര്യം ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും എഴുതാൻ. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോന്നിലും നോക്കിയിട്ട് Fe2 പ്ലസ് Fe3 പ്ലസ് ആവണത്, അതുപോലെ തന്നെ നെക്സ്റ്റ് Cr2O7 2 മൈനസ് Cr3 പ്ലസ് ആവണത്. അടുത്തതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സിജനും ഹൈഡ്രജനും അല്ലാണ്ട് ബാക്കി എല്ലാ ആൾക്കാരും ബാലൻസ് ചെയ്യണം. ഇപ്പൊ Fe കുഴപ്പമില്ല, ക്രോമിയത്തിന്റെ കേസ് വന്നപ്പോ ക്രോമിയത്തിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ 2 Cr3 പ്ലസ് ആക്കണം. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിഡിക് മീഡിയം ആയതുകൊണ്ട് എന്താ ആഡ് ചെയ്ത് കൊടുത്തു? H2O ആഡ് ചെയ്ത് കൊടുത്തു. ആ കറസ്പോണ്ടിങ് H2O സെയിം ആയിട്ടുള്ള ഹൈഡ്രജന് നിങ്ങൾ ഇപ്പുറത്തും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ചെയ്തോ? ഇവിടെ 7 ഓക്സിജൻ, അപ്പൊ അപ്പുറത്ത് 7 വാട്ടർ മോളിക്യൂൾസിന് ആഡ് ചെയ്യണം. Cr2O7 2 മൈനസ് ഗീവ്സ് 2 Cr3 പ്ലസ് പ്ലസ് 7 H2O. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചാർജസ് നോക്കണം. ഇവിടെയുള്ളത് +2 ചാർജ്, ഇവിടെ +3 ചാർജ്. ഇവിടെയും ഇതേപോലെ എന്താ കണ്ടീഷൻ വരുന്നത്? Cr2 Cr -7 അല്ലേന്നാ? എന്ത് -7 അല്ലേന്ന് ജിഷ്ണ? എന്താ ജിഷ്ണ? അതെങ്ങനെയാ വരുന്നത്? Cr2O7 2 മൈനസ് ഞാൻ എഴുതി കാണിക്കാം. എക്സ് കൊടുത്താൽ 2x പ്ലസ് -2 into 7 is equal to -2. 2x minus 14 is equal to -2. 2x is equal to 12. X is equal to +6. എന്താ കുഴപ്പം? കറക്റ്റ് ആണല്ലോ. എന്തോ എന്താ ജിഷ്ണ? ജിഷ്ണയുടെ വോയിസ് ബ്രേക്ക് ആയി പോകുന്നുണ്ട്, എനിക്ക് അതുകൊണ്ട് ക്ലിയർ അല്ല. ഞാൻ ജിഷ്ണ പറയുന്നത് ഊഹിച്ചെടുക്ക. ജിഷ്ണ ഒന്ന് കമന്റ് ചെയ്യൂ എന്താ പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ മിസ്, കറക്റ്റ് ആയിട്ട് ഞാൻ കേട്ടു. വേറെ ഒന്നിനും എത്ര നേരം കേൾക്കണ്ടായില്ല വരേക്ക്. എന്തായാലും കമന്റ് ചെയ്യട്ടോ. അത് +6 തന്നെയാണ് വരെ. ബാക്കിയുള്ളവർ ചെയ്തോ? അപ്പൊ റിഡക്ഷൻ ഹാഫില് 7 H2 ആഡ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള H+ ആഡ് ചെയ്യുക. Cr2O7 2 മൈനസ് പ്ലസ് 14 H+ gives 2 Cr3 പ്ലസ് പ്ലസ് 7 H2O. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? ചാർജിനെ ബാലൻസ് ചെയ്യുക. ചാർജിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം? ഇലക്ട്രോൺസിന് ആഡ് ചെയ്യണം. ഇത് +2 ആണ്, ഇത് +3 ആണ്. ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോ അപ്പൊ എവിടെ ആഡ് ചെയ്യണം?
നമ്മുടെ Fe3+ സൈഡില്. സോ +1 ഇലക്ട്രോൺ. അപ്പൊ ഇപ്പൊ ചാർജ് എന്തായി മാറി? +2 ആയില്ലേ? അപ്പൊ രണ്ട് സൈഡിലും ബാലൻസ്ഡ് ആയി. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡില് രണ്ട് സൈഡിന്റെയും ചാർജ് നോക്കിയേ. ഇവിടെ ഒരു -2ഉം ഇവിടെ ഒരു 14H+ ഉണ്ട്. സോ ഇവിടുത്തെ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരാം? 14 - 2 12+. ഇവിടുത്തെ ചാർജ് എത്രയാ വരുന്നത്? 6+. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 6 ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കുക. Cr2O72- 14H++ 6 ഇലക്ട്രോൺ gives 2Cr3++ 7H2O. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? ഈ ഇലക്ട്രോണിനെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയണം. സോ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആക്കുക രണ്ടിലും. അപ്പൊ ഇവിടെ 6 ഇലക്ട്രോണാ, മറ്റേ 1 ഇലക്ട്രോണിനെ പിടിച്ച് 6 ആക്കണതല്ലേ നമുക്ക് എളുപ്പം. സോ ഇൻറ്റു 6 Fe2+ gives 6 Fe3++ 6 ഇലക്ട്രോൺസ്. പിന്നെ ഈ രണ്ട് ഇക്വേഷനെ ആഡ് ചെയ്ത് എഴുതാം. നമ്മുടെ ഓക്സിഡേഷൻ ഹാഫ് സെറ്റ് ആയി, റിഡക്ഷൻ ഹാഫ് സെറ്റ് ആയി. സോ നമ്മുടെ ടോട്ടൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 6 Fe2++ Cr2O72- +14H+ gives 2Cr3+ 7H2O. ഇതിൽ കൺഫ്യൂഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? എബിനെ, ആയുഷ്, എന്താ ചെയ്യേണ്ടതെന്ന് ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. 1 more time. എടാ, ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയോ? ദേ ഈ സാധനം എടുത്തു. ആദ്യം തന്നെ ഇങ്ങനത്തെ എന്ത് ബാലൻസിങ് കിട്ടിയാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതുക. ആർക്ക് ഓക്സിഡേഷൻ കണ്ടുപിടിക്കുക, ആർക്ക് റിഡക്ഷൻ കണ്ടുപിടിക്കുക. ഇത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് ഹാഫ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ ഹാഫ്, റിഡക്ഷൻ ഹാഫ് ഐഡന്റിഫൈ ചെയ്യുക. ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതുക, റിഡക്ഷൻ ഹാഫ് എന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതുക. ഇത്രയും കാര്യം ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ രണ്ടിന്റെയും നോക്കിയിട്ട് ഓക്സിജനും ഹൈഡ്രജനും അല്ലാതെ വേറെ ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യണം. ഇവിടെ Fe2+ Fe3+ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടിലും ഓരോ അയോൺ അല്ലേ ഉള്ളത്, പിന്നെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അടുത്ത ഇക്വേഷൻ നോക്കുക. Cr2O72- gives Cr3+. അവിടെ എന്താണ് കഥ? ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. സോ ഒരു 2 ഞാൻ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നോൺ ഓക്സിജനും നോൺ ഹൈഡ്രജനും ആയിട്ടുള്ള ആൾക്കാരെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്യണം അല്ലെ? ഹൈഡ്രജനെയും ഓക്സിജനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എന്താ ചെയ്ത്? ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഓക്സിജൻ രണ്ട് സൈഡിലും ഉണ്ടെന്ന് നോക്കി. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോ ഇവിടെ 7 ഓക്സിജനും ഇപ്പുറത്തെ ഓക്സിജൻ ഇല്ല. ഓക്കെ, ബാലൻസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പുറത്തെ സൈഡിൽ 7 ഓക്സിജൻ വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ എന്താണ് ആഡ് ചെയ്യുക? ഞാൻ വെള്ളത്തിനെയാണ് ആഡ് ചെയ്യുക. 7 വെള്ളത്തിന് ആഡ് ചെയ്ത് കൊടുത്തു, 7H2 ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ അത് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോ എന്താ സംഭവിച്ചത്? വാട്ടർ എന്ന് പറയുമ്പോൾ ഓക്സിജൻ മാത്രമല്ല ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 7 വാട്ടർ ഞാൻ അവിടെ ആഡ് ചെയ്തപ്പോ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ 14H+ ആഡ് ചെയ്തു. അത് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ബാലൻസ് ചെയ്യേണ്ടത്? ഇത് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ആണ്. അയോൺ ഇലക്ട്രോൺ മെത്തേഡിൽ ഞാൻ ഇനി ഇലക്ട്രോൺസിനെ ബാലൻസ് ചെയ്യണം. അപ്പൊ ഞാൻ രണ്ട് ഇക്വേഷൻസും എടുത്തു. ആദ്യം തന്നെ ഓക്സിഡേഷൻ ഹാഫ് എടുത്തപ്പോ രണ്ടിന് സൈഡിലും ചാർജ് നോക്കി. ഇവിടെ അത് +2, ഇപ്പുറത്ത് അത് +3. ഓക്കെ, സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? കൂടുതൽ ചാർജ് ഉള്ള സൈഡിൽ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുത്തു. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജ് അല്ലേ? പ്ലസ് ചാർജ് ഇപ്പൊ കുറഞ്ഞോളില്ലേ? സോ എന്താ ഉണ്ടായത്? ഇത് +2ഉം അവിടെ +3യുടെ കൂടെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്തായിട്ട് മാറിയത്? +2 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. അടുത്ത നോക്കിക്കോ. ഇവിടെ ഞാൻ ടോട്ടൽ ചാർജ് നോക്കി കഴിഞ്ഞപ്പോ എന്റെ ചാർജ് ഇവിടെ ഒരു 2- ഇവിടെ ഒരു 14+ ഉണ്ട്. സോ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 12+ ആണ്. ഇപ്പുറത്തെ സൈഡില് 2 × 3+ എന്ന് പറഞ്ഞാൽ 6+ ചാർജും പിന്നെ H2O എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആണ്. സോ അവിടെ 6+ഉം ഇവിടെ 12+ഉം. അതിന് ഞാൻ എങ്ങനെ ബാലൻസ് ചെയ്യാ? 6 ഇലക്ട്രോൺ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ രണ്ട് സൈഡിലെയും ചാർജ് എന്തായി? 6+ ആയിട്ട് മാറി. അപ്പൊ ചാർജ് സെറ്റ് ആയി. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ 6 ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിന് അവസാനം എനിക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയണ്ടേ? അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 6 ഇലക്ട്രോൺ ആണ്, ഇപ്പുറത്തെ എന്താ ഉള്ളത്?
ഒരു ഇലക്ട്രോൺ അതിനെ ഞാൻ ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ആ ഇക്വേഷനെ ഫുൾ ആർ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോ അത് 6 ഇലക്ട്രോൺസ് ആയി. പിന്നെ രണ്ട് ഇക്വേഷന് ഞാൻ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ 6 ഇലക്ട്രോൺ കട്ടായി പൊക്കോളില്ലേ. പിന്നെ എന്റെ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലേ? ചാർജ് ബാലൻസ്ഡ് ആണ്. നോൺ ഓക്സിജൻ നോൺ ഹൈഡ്രജൻ ആയിട്ടുള്ള ആറ്റംസ് ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ ബാലൻസ്ഡ് ആണ്. ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ്. എല്ലാം ബാലൻസ്ഡ് ആണ്. അത്രേ ഉള്ളൂ. അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിൽ മെയിൻ ആയിട്ട് എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് അറിയണം. ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാല് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഓർഗാനിക് ഗ്രൂപ്പിന്റെ ഒരു സീരീസ് ആണ്. വിച്ച് ഡിഫേഴ്സ് ബൈ CH2. എവിടെയെങ്കിലും എഴുതി വെച്ചോ? അഡ്ജസന്റ് മെമ്പേഴ്സിന് ഒരു CH2ന്റെ ഡിഫറൻസ് ആണ് ഉണ്ടാവുക. എല്ലാവർക്കും ഉണ്ടാവേണ്ടത് സെയിം നമ്പർ ഓഫ് അല്ലെങ്കിൽ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഇപ്പൊ CH3OH, C2H5OH, C3H7OH എല്ലാം നോക്കിയടാ. OH ആണ് എല്ലാത്തിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ്. എല്ലാത്തിലും യൂസ് ചെയ്ത ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ഡിഫറൻസ് നോക്കിയേ. CH3യുടെ കൂടെ CH2 ആഡ് ചെയ്താല് C2H5. ഇതിന്റെ കൂടെ CH2 ആഡ് ചെയ്താല് C3H7. സോ ദേ ഡിഫർ ബൈ CH2 ഗ്രൂപ്പ്. സോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ബോണ്ട് ലൈൻ നൊട്ടേഷൻസിനെ പറ്റിയാണ് പറയണത്. ഇത് നോക്കിക്കോ. ഇതിന്റെ പേര് വേഗം പറഞ്ഞോട്ടാ. 1 2 3 4 4 കാർബൺ. 4 കാർബൺ എന്ന് പറഞ്ഞാൽ വേർഡ് റൂട്ട് എന്താ? ബ്യൂട്ട്. ബ്യൂട്ട് 1 ഈൻ. അതെങ്ങനെ ഈൻ വന്നത്? ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട്. സോ ഇറ്റ് ഇസ് ആൻ ആൽക്കീൻ. ഫസ്റ്റ് പൊസിഷനിലല്ലേ ഡബിൾ ബോണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1 എന്ന് കൊടുത്തത്. വേഗം പറഞ്ഞോ. നൈട്രോസൈക്ലോഹെക്സേൻ. അപ്പൊ ആദ്യം തന്നെ സൈക്ലോഹെക്സേനെ വരയ്ക്കുക. ഒരു നൈട്രോ ഗ്രൂപ്പിനെയും കാണിക്കുക. സൈക്ലോഹെക്സേൻ, നൈട്രോസൈക്ലോഹെക്സേൻ. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്തോളില്ലേ. ഇതിൽ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? രണ്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വന്നാൽ പ്രയോറിറ്റി എഴുതാൻ അറിയണം, നെയിമിംഗ് അറിയണം, നമ്പറിംഗ് അറിയണം, വേർഡ് റൂട്ട് അറിയണം. ഇതൊക്കെ നിങ്ങൾ തന്നെ പഠിക്കണം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, പിന്നെ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാര്യങ്ങള്. ആൽക്കഹോള്, അതുപോലെ AL വരുന്നത് ആൽഡിഹൈഡ്, കീറ്റോൺ ആണെങ്കിൽ ഓൺ. ഓക്കെ, ഇതൊക്കെ അറിയണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. UPSC നെയിം ഓഫ് ദ ഫോളോയിങ്. വേഗം എഴുതിക്കോട്ടാ. ലോങ്സ്റ്റ് കാർബൺ ചെയിനെ വേണം നിങ്ങൾ നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരുടെ കമന്റ് വരുന്നില്ലല്ലോ? കമന്റ് ചെയ്തേ. വൈഷ്ണവ്, വൈഷ്ണവ്. ബി ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്, കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞുതരാം. എ ക്വസ്റ്റ്യൻ ആൻസർ പറ. ഡൈമീഥൈൽ പെന്റീൻ. എടാ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ വൈകുന്നേരം ചായ കുടിച്ചു. ചായ വെച്ച 10 മണി വരെയൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റും, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ലോങ്സ്റ്റ് കാർബൺ ചെയിനെ വേണം നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യാ? ഇതിനെ നമ്മൾ ചെയിൻ ആയിട്ട് എടുക്കുക. കാരണം ഇവിടെ മൊത്തം ഇവിടെ 2 വരുന്ന കാരണം ഇവിടെ തന്നെ 4 കാർബൺ, ഇതൊരു കാർബൺ, സോ 5 കാർബൺ. ഇതിനെ നമ്മൾ സബ്സ്റ്റുവൻസ് ആക്കി എടുത്തു. അപ്പൊ എന്താ കിട്ടണത്? ഡൈമീഥൈൽ പെന്റെയിൻ. ഓക്കെ, ഡൈമീഥൈൽ പെന്റെയിൻ.
3,3 ഡൈമീഥൈൽ പെന്റെയിൻ തേർഡ് പൊസിഷനിലാണ് വരിക. സെക്കൻഡ് വൺ നിങ്ങൾ ഇട്ടോ 1 2 3 4 5 6 7 3 ബ്രോമോ 3 ക്ലോറോ ഹെപ്റ്റെയിൻ. ഇങ്ങനെ കിട്ടിയാ 1 2 3 4 5 6 7 ഇതെന്താ ഹെക്സൈൻ ഒക്കെ എഴുതി വെച്ചേക്കണേ? ഇവിടെ ഹെപ്റ്റെയിൻ ആടാ. എന്താ നിങ്ങൾ ഹെക്സൈൻ എഴുതിയണത്? 1 2 3 4 5 6 7. എനിക്ക് മാത്രമാണ് 7 കാർബൺ ഉള്ളത്, നിങ്ങൾക്കൊക്കെ 6 കാർബണ. എന്റെ കുഴപ്പ? അല്ലല്ലല്ല, ഞാൻ പറഞ്ഞത് കറക്റ്റാ. എടാ നിങ്ങൾ കാർബൺ ചെയിൻ പ്രോപ്പർ ആയിട്ട് നമ്പർ ചെയ്യാത്തത് കൊണ്ടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാ, ഈ പറയുന്ന എല്ലാ പൊസിഷൻസിലും ഓരോ കാർബൺ ഉണ്ട്. ഇഫ്താറിന് വിളിച്ചാൽ വരണമെന്നുണ്ട്, പക്ഷെ എനിക്ക് നോമ്പാണ്. എനിക്കിപ്പോ മറ്റേ മീറ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യാന്. ഞാൻ പോവായിരുന്നു ഇഫ്താർ പാർട്ടിക്കൊക്കെ, എന്നിട്ട് അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചിരിക്കും, കാരണം എനിക്ക് ചിക്കനും മീനൊന്നും കഴിക്കാൻ പറ്റില്ല. പോട്ടെടാ. യെസ്, പറഞ്ഞു തരാം. സൈബ, ഓരോരുത്തരെ വിളിക്കാൻ. സൈബയുടെ ഡൗട്ട് എന്താ പറഞ്ഞോ? എ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പറഞ്ഞാല് ഇതാണോ? ഇതാണോ? അതായത് C2H5 എന്ന് പറഞ്ഞ എന്താ? ഈഥൈൽ ഗ്രൂപ്പ് ആണ്. അത് രണ്ടെണ്ണം ഉണ്ട്, അതായത് ഒരു കാർബണിന്റെ ചുറ്റും 2 C2H5 ഗ്രൂപ്പ് ഉണ്ട്. സോ ഇങ്ങനെ വരും C2H5. ഇതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. പിന്നെ നോക്കിയേ, ദേ CH3 രണ്ടെണ്ണം ഉണ്ട്. സോ CH3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് കാർബൺ ചെയിനിന് നമ്പർ ഇട്ട് കൊടുക്കണം. സോ 1 ഇവിടെ 2 C2 ഉണ്ട്. സോ 1 2 അവിടെ തന്നെ വരും. ഞാൻ ഒന്നും കൂടെ നീട്ടി വരച്ചു കാണിച്ചു തരാം കേട്ടോ. C2H5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CH3CH2. ഓക്കെ, അതിനുശേഷം കാർബൺ വന്നു, പിന്നെ വീണ്ടും CH3CH2CH3. പിന്നെ ഈ 2 സബ്സ്റ്റുവൻസ് ആണ് നമുക്ക് വരുന്നത്, CH3CH3. പിന്നെ നമ്പർ ചെയ്ത് നോക്കിയേ, 1 2 3 4 5. അതായത് തേർഡ് പൊസിഷനിൽ 2 സബ്സ്റ്റുവൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ 3 ഡൈമീഥൈൽ 5 കാർബൺസ്, അപ്പൊ പെന്റെയിൻ. ഓക്കെ, ഇനി സംഗീത് കറക്റ്റ് ആണ് കേട്ടോ. സംഗീത് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായില്ലോ, പ്രൊപ്പ് 2 in 1 all. എടാ, പ്രൊപ്പ് 2 in 1 all എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പ്രൊപ്പ് എന്ന് പറഞ്ഞാല് 3 കാർബൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് പൊസിഷനിൽ OH കൊടുക്കാണ്. കാരണം എന്താടാ, നീ പറഞ്ഞത് എന്റെ അടുത്ത് പ്രൊപ്പ് 2 in 1 all വരയ്ക്കാനാണ്. അപ്പൊ ആൽക്കഹോൾ ഫസ്റ്റ് പൊസിഷനിൽ. പിന്നെ സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരണമെന്നും നീ പറഞ്ഞു. ഡബിൾ ബോണ്ട് ഞാൻ കൊടുത്തു. അപ്പൊ എന്റെ റിക്വയർമെന്റ്സ് ഒക്കെ ആയില്ലേ, 2 ഈനും കൊടുത്തു 1 ഓളും കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. നോക്കിയേടാ, ഈ കാർബണിന്റെ ബാലൻസ് എത്രയല്ല, കാർബണിന്റെ ബാലൻസ് 4 ആണല്ലോ. സോ ഈ കാർബൺ ഓൾറെഡി 3 ബോണ്ട് ഉണ്ട് അല്ലെ, 4 ബാലൻസ് ആവാൻ ഇനി ഒരു ഹൈഡ്രജനും കൂടെ പോരെ. അപ്പൊ അതേ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇട്ട് കൊടുത്തു. ഇനി ഈ കാർബൺ എടുത്തോ, ഈ കാർബണും ഓൾറെഡി 1 2 3 ബോണ്ട് ഉണ്ട്, പിന്നെ ഒരു ഹൈഡ്രജൻ കൂടെ പോരെ. അപ്പൊ അതും കഴിഞ്ഞു. ഇനി ഈ കാർബൺ എത്ര വാലൻസി വേണം? മൊത്തം 4 വാലൻസിയില് ആകെ ഒരു ബോണ്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി 3 ഹൈഡ്രജനും കൂടെ വേണം. സോ CH3. CH ഡബിൾ ബോണ്ട് CHOH. ഇതാണ് പ്രൊപ്പ് 2 in 1 all എന്ന് പറയുന്നത്. ഓക്കെ സംഗീത്? ഓക്കെ, ഇനി വേറെ ആരാ ഡൗട്ട് ചോദിച്ചത്? വേറെ ആരുമില്ല. സ്റ്റെഫിൻ എന്തോ പറഞ്ഞു. സ്റ്റെഫിന് എന്തായിരുന്നോട് നിനക്ക് മനസ്സിലാവാൻ ഞാൻ പറഞ്ഞേ? ബി ക്വസ്റ്റ്യനിൽ നിനക്ക് എന്താ ഡൗട്ട് ആയത്? ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ബോണ്ട് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ബോണ്ട് ലൈൻ വരയ്ക്കുമ്പോ ഈ ഓരോ പോയിന്റ്സിലും ഓരോ കാർബൺ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇത് എന്റെ മെയിൻ ചെയിൻ ആണ്. ഇതിൽ വരുന്ന സബ്സ്റ്റുവൻസ് ആണ് ക്ലോറിനും ബ്രോമിനും. അപ്പൊ ഞാൻ എന്റെ മെയിൻ ചെയിനിന്റെ നമ്പർ കൊടുത്തോ, 1 2 3 4 5 6 7. സോ എന്റെ വേർഡ് റൂട്ട് എന്താ വരുന്നത്? 7 കാർബൺ വരുമ്പോൾ വേർഡ് റൂട്ട്
ഹെപ്റ്റ് ആണ് അല്ലെ. ഇവിടെ വരുന്ന സബ്സ്റ്റുവൻസ് നോക്കിയടാ, തേർഡ് പൊസിഷനിൽ ഒരു ക്ലോറോ ഗ്രൂപ്പും ഒരു ബ്രോമോ ഗ്രൂപ്പും. ഓക്കെ, ക്ലോറോയും ബ്രോമോയും രണ്ടും ഹാലജൻസ് ആണ് അല്ലെ. അങ്ങനെ രണ്ട് സെയിം പോലത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ട് സബ്സ്റ്റുവൻസ് വരുമ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പിനെ ആദ്യം എടുക്കുക? ആൽഫബറ്റിക്കലി ആദ്യം വരുന്ന ആളെ നമ്മൾ ആദ്യം എടുക്കും. സോ ക്ലോറോ ബ്രോമോ എന്ന് പറയുമ്പോൾ ബി ആണ് ആദ്യം വരുന്നത്. സോ നമ്മൾ എങ്ങനെ കൊടുക്കും? 3 ബ്രോമോ 3 ക്ലോറോ ഹെപ്റ്റ് ഹെപ്റ്റി. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ സ്റ്റെഫിന്? ഓക്കെ. എന്താ ഈ ക്വസ്റ്റ്യൻ പോലത്തെ എക്സാമ്പിൾ കുറച്ച് യെസ് 9 o'clock വരെയാണ് ബോണ്ട് ലൈനിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കണ്ട, ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഞാൻ ക്വസ്റ്റ്യൻ തരാം കേട്ടോ. പറഞ്ഞോ. അനിത എഴുതണില്ലേ ക്വസ്റ്റ്യൻ? എവിടെ? വേഗം പറഞ്ഞോ, എങ്ങനെയാണ് നമ്പറിങ് കൊടുക്കേണ്ടത്? ആകെ രണ്ട് രീതിയിലേ നമ്പറിങ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ ഇതേ 1 2 3 4 5 6 ഇങ്ങനെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലൂ കളറിൽ കാണിക്കാം. 1 2 3 4 5 6. ഇല്ലടാ, ബ്യൂട്ടോൾ ഹെപ്റ്റൈൻ അങ്ങനെ പറയാൻ പറ്റില്ല. യെല്ലോയാ എന്തൊക്കെ ഉത്തരങ്ങൾ പറയണത്? ഓറഞ്ച് കളർ പോലത്തത് കൊണ്ട് എഴുതിയതാണ് നമ്പറിങ്. അപ്പൊ എങ്ങനെയാ വരണത്? എടാ, നമ്മുടെ റിക്വയർമെന്റ്, നമ്മുടെ ഫങ്ഷണൽ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? ആൽക്കഹോൾ ആണ്. സോ ആൽക്കഹോളിന് ലെസ് നമ്പറിങ് വരുന്ന പോലെ വേണം നിങ്ങൾ നമ്പർ കൊടുക്കാനായിട്ട്. സോ ഇനി ചെയ്തോ. അപ്പൊ നമ്മുടെ നമ്പറിങ് എന്ന് പറയുന്നത് ആ ബ്ലൂ കളർ അല്ല, ഓറഞ്ച് കളറാണ് വരുന്നത്. നമ്മുടെ 5th പൊസിഷൻ അല്ലെങ്കിൽ 6th പൊസിഷനിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. ഹെക്സ് ആണ് വരുന്നത് കേട്ടോ. വേർഡ് ഹെക്സ് എന്നാണ് വരാ. ഹെക്സ് 5 അല്ല 5 3 ഓൾ ഇങ്ങനെയാണ് വരിക. 5 3 ഓൾ ഇങ്ങനെ വേണം വരാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നോട്ടെ. നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻ വേണമെന്നല്ലേ പറഞ്ഞത്? BR that is second question. The first question ഞാൻ ചെയ്തു.
നിങ്ങൾക്കല്ലേ കൊറേ വേണമെന്ന് പറയണത്. ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. എടാ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാ നിങ്ങൾക്കുള്ളത്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. 1 2 3 4 5 6 7 അല്ല, ബ്രോമിന് നമ്പർ കൊടുക്കണ്ട കേട്ടാ. ബ്രോമിൻ ഹാലോ ഗ്രൂപ്പ് അല്ലേ, കാർബൺസിനാണ് നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. 1 2 3 4 5 6 7. വേഗം ചെയ്തോ. പിന്നെ നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പാ വന്നേക്കണത്? ബ്രോമോ, നൈട്രോ, ക്ലോറോ. ഇതിൽ ആർക്കാ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? ആൽഫബറ്റിക്കലി ബ്രോമോ, അത് കഴിഞ്ഞിട്ട് ക്ലോറോ, അത് കഴിഞ്ഞിട്ട് നൈട്രോ. അപ്പൊ വേഗം പറഞ്ഞോ. 1 ബ്രോമോ, 4 ക്ലോറോ, 3 നൈട്രോ, ഹെപ്റ്റെയിൻ. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതെന്തെങ്കിലും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി? കുറച്ച് വലിപ്പുണ്ടായെന്ന് മാത്രമല്ലേ ഉള്ളൂ. 4 ബ്രോമോ അല്ലെ 1 ബ്രോമോ, 4 ക്ലോറോ, 3 നൈട്രോ, ഹെപ്റ്റീൻ. ഓക്കെ, കറക്റ്റ് ആണ് ട്ടാ. ഈ തേർഡ് ക്വസ്റ്റ്യൻ വേഗം ചെയ്തോ. ഒരു ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്. ഒരു ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്, ഒരു ക്ലോറിൻ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് നമുക്കറിയാം ക്ലോറിനേക്കാളും വാലിഡ് അല്ലെങ്കിൽ ക്ലോറിനേക്കാളും മെയിൻ ആയിട്ട് വരുന്നത് ആരാണ്? നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് ആണ്. സോ 1 2 3 4 5. എങ്ങനെയാ വരാ? 5 ക്ലോറോ, പെന്റ്, 1 അയൺ. കൺഫ്യൂഷൻ ആർക്കെങ്കിലും എവിടെയെങ്കിലും അടിക്കുകയാണെങ്കിൽ അത് പറയാൻ നമുക്ക് ചെയ്യാം. ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ്. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലോ എന്നാ? ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഹെപ്റ്റ് കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലല്ലേ ഹെപ്റ്റെയിൻ ഞാൻ എഴുതിയില്ലേ, അതിന് പകരം ഹെപ്റ്റ് 5th പൊസിഷൻ ആണെങ്കിൽ 5 ഈൻ, 4 ആണെങ്കിൽ 4 ഈൻ. അങ്ങനെ വേണം കേട്ടോ സ്റ്റെഫിൻ, അങ്ങനെ വേണം കൊടുക്കാനായിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, കഴിഞ്ഞോ? ഇതന്നെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ആ ചാപ്റ്ററിൽ നോക്കേണ്ട കാര്യം എന്താണ്? ഐസോമറിസം നോക്കണം. ഇതിപ്പോ ഇനി എല്ലാം പറഞ്ഞുതരാൻ ടൈം ഇല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഐസോമറിസം നോക്കണം. ഡിഫറെന്റ് ഐസോമറിസം, ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം ആൻഡ് മെറ്റാമറിസം വിത്ത് എക്സാമ്പിൾസ്. മെറ്റാമറിസം എന്ന് പറഞ്ഞാല് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ മാത്രം ചേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, ഈതർ സൈഡിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രം മാറുന്നത്. നോക്കിയേടാ, മെത്തോക്സി പ്രൊപ്പൈൻ, എത്തോക്സി പ്രൊപ്പൈൻ. നോക്കിയ സെയിം സ്ട്രക്ചറൽ ഫോർമുല. ഇവിടെ ഒരു സ്ഥലത്ത് CH3 ആണെങ്കിൽ യെസ്, ക്ലോറിൻ ഹാലജൻ ഫാമിലി ആണ് കേട്ടോ. ക്ലോറിന് നമ്പർ ഇടണ്ട, കാർബണ് മാത്രം നമ്പർ ഇട്ടാൽ മതി. കാർബൺ ചെയിന് മാത്രം നമ്പർ ഇട്ടാൽ മതി. അടുത്തത് ചെയിൻ ഐസോമറിസം. ചെയിൻ ആകെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ചെയിനിലുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത്, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുല, ഫങ്ഷണൽ ഗ്രൂപ്പിന് ചേഞ്ച് വരും. ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ ആൻഡ് ഈതേഴ്സ്. അടുത്തത് പൊസിഷൻ ഐസോമറിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന പൊസിഷന് മാത്രം ചേഞ്ച്. ഇവിടെ ഫസ്റ്റ് പൊസിഷൻ, ഇവിടെ സെക്കൻഡ് പൊസിഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ മാം ഇട്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഞാൻ കളഞ്ഞു എന്ന് തോന്നിട്ടിടാ. അപ്പൊ പറയണ്ടേ? എടാ, ഇത് കാർബൺ ചെയിന്റെ എൻഡിൽ നിൽക്കണൂന്നാണ് കേട്ടോ പറയണത്. അവിടെ വരുമ്പോ അത് കാർബൺ ചെയിന്റെ ലാസ്റ്റ് എൻഡിൽ നിൽക്കണൂന്ന് കാണിക്കണത്. ഹോമോലിസിസും ഹെട്രോലിസിസും കാണിച്ചു തരാം കേട്ടോ. ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് ഈക്വൽ ആയിട്ട് ബ്രേക്ക് ആയിട്ട് 2 ഇലക്ട്രോൺസും ഈക്വൽ ആയിട്ട് ആൾക്കാർ എടുത്തിട്ട് പോവാ. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവണത്? നമുക്ക് അവിടെ ഫ്രീ റാഡിക്കൽസ് ആണ് ഫോംഡ് ആവുന്നത്. നോക്കിക്കോ, CH3Cl ബോണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ CH3 ഫ്രീ റാഡിക്കലും ക്ലോറിൻ ഫ്രീ റാഡിക്കലായിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഓക്കെ ആണോ സംഗീത? അടുത്തത്
ഹെട്രോലിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാല് ഒരാൾ കുറച്ചും കൂടി ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കും, ഒരാള് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും. സോ എന്ത് സംഭവിക്കുന്നു, ആ ബോണ്ട് ബ്രേക്ക് ആയിട്ടുള്ള 2 ഇലക്ട്രോൺസിനെയും ഒരാൾ കൊണ്ടുപോകണു. സോ ഒരാൾക്ക് ഒരു പോസിറ്റീവ് ചാർജും കിട്ടും, ഒരാൾക്ക് ഒരു നെഗറ്റീവ് ചാർജും കിട്ടും. അവിടെ നമുക്ക് കിട്ടുന്നത് അയോൺസിനെയാണ്. ഓക്കെ, അതാണ് ഹെട്രോലിറ്റിക് ക്ലീവേജിൽ ഉണ്ടാവും. പോസിറ്റീവ് ചാർജ് ഉള്ളത് കാറ്റയോൺ, നെഗറ്റീവ് ചാർജ് ഉള്ളത് ആനയോൺ. സോ CH3Cl ബോണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ Cl 2 ഇലക്ട്രോൺസിനെ കൊണ്ടുപോകും, ഇതിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും, വിച്ച് മീൻസ് CH3+ഉം Cl-. ഓക്കെ, അടുത്തത് ന്യൂക്ലിയോഫൈൽസും ഇലക്ട്രോഫൈൽസും എന്തായാലും നോക്കണം. ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിംഗ് സ്പീഷീസ് ആണ്. ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് പ്ലസ് ചാർജിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ ചാർജ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. സോ ദേ വിൽ ബി ഇലക്ട്രോൺ ക്യാരിയിങ്, ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിരിക്കും. എക്സാമ്പിൾ ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ ഒക്കെ. ഓക്കെ, അപ്പൊ ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിംഗ് സ്പീഷീസ് ആയിരിക്കും. ഇലക്ട്രോണിനെ ലവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഒരാൾ പോസിറ്റീവ് ആവുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, അതിൽ ഇലക്ട്രോൺസ് കുറവാണ്. സോ ദേ വിൽ ബി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ. ഫോർ എക്സാമ്പിൾ CH3, C2H5, Na+, ഇതൊക്കെ അതിൽ വരുന്ന ആൾക്കാർ. ഇനി എന്താണ്, വേറെ ആരോ എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായല്ലോ, മെറ്റാമറിസം ഒന്നുകൂടെ കാണിക്കുക. മെറ്റാമറിസം എഴുതിക്കോട്ടെ. സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. നോക്കിയേടാ, ഇവിടെ ഒരു സൈഡിൽ CH3, മറ്റേ സൈഡിൽ CH2, CH2, CH3. ഇവിടെ നോക്കിയേ, രണ്ടും സെയിം ആയിട്ടുള്ള C2H5. ആകെ വന്നേക്കുന്നത് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണെന്ന് മാത്രം. പക്ഷെ മൊത്തം നോക്കിയേ, അവരുടെ ഫോർമുല എന്ന് പറയുന്നത് C4H10O സെയിം ആണ്. മോളിക്കുലർ ഫോർമുല ഇസ് സെയിം. എന്തോ ദേവപ്രിയക്ക് ഡൗട്ട് ഉണ്ട്. എന്താ ദേവപ്രിയ? ആ, ഹൈഡ്രോ കാർബൺസിലല്ലേ? സ്റ്റെഫിന് ഇത് എടുത്തായിരുന്നോ, എഴുതിയെടുത്തായിരുന്നോ? ഹോമോലിറ്റിക്കും ഹെട്രോലിറ്റിക്കും വേണം. ഒറ്റ മിനിറ്റ് ദേവപ്രിയ, അതൊന്ന് കാണിച്ചോട്ടെ ഞാൻ. ഹോമോലിറ്റിക് കാണിച്ചു തരാം. ഹെട്രോലിറ്റിക് കേട്ടാ. ലസൈൻസ് ടെസ്റ്റ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ക്യാപ്സ്യൂളും കോറൊക്കെ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് മേടിക്കിട്ടോ. കാരണം അതിനകത്ത് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ടേബിൾ ആയിട്ടും പ്രോപ്പർ ആയിട്ടും ഭംഗിയിലും എഴുതി വെച്ചിട്ടുണ്ട്. ആ മെറ്റീരിയൽസ് നിങ്ങൾ റെഫർ ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോ ലാസ്റ്റ് മിനിറ്റ് ഈ പറയുന്ന എല്ലാം കിട്ടില്ല. ഞങ്ങളുടെ ഇപ്പൊ എല്ലാ PPTയിലും എല്ലാ മെറ്റീരിയൽസും എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ മെറ്റീരിയൽസിലെല്ലാം പഠിക്കാനുള്ളത് ഉണ്ടാവും. സോ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ കളക്ട് ചെയ്തോടുന്നുണ്ടോ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം. ഇനി എന്താ പറഞ്ഞത്, ഹൈഡ്രോ കാർബൺസില് ലസൈൻസ് ടെസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻസും കൊണ്ടാണ് വന്നേക്കണത്. ദേവപ്രിയക്ക് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് അത് അയച്ചു തന്നാ മതിയോ? ദേവപ്രിയ എനിക്ക് മനസ്സിലായി. ദേവപ്രിയ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കഥയാണ്. ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല ദേവപ്രിയ, അത് കൺഫ്യൂസിങ് ആണ്. ദേവപ്രിയക്ക് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു വോയിസ് അയച്ചു തരാം. ഞാൻ ഓൾറെഡി പറഞ്ഞേക്കണ കാര്യമാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ ആ കോറില് ക്യാപ്സ്യൂളൊക്കെ ഇത് നല്ല വൃത്തിക്ക് കിടപ്പുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അയച്ചു തരാം കേട്ടോ. ഒന്ന് റിമൈൻഡ് ചെയ്തോളൂ ക്ലാസ് ടീച്ചറിനെ. ഞാൻ ചിലപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ അടുത്ത പണിയിൽ പോകുമ്പോൾ ബിസി ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മാക്സിമം ഞാൻ എന്തായാലും അയക്കും. ഇനി ഇൻ കേസ് ഒരു ഹാഫ് അവറിൽ സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അർച്ചന മിസ്സിന്റെ അടുത്തൊന്ന് ചോദിച്ചു വാങ്ങിച്ചോളൂ കേട്ടാ ദേവപ്രിയ. കാരണം ഈ സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കൊണ്ടാ വന്നേക്കണത്. സോ എന്റെ എല്ലാ റിയാക്ഷൻസും ഇല്ല. അപ്പൊ ഞാൻ പകുതിയല്ലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല പറഞ്ഞുതരാൻ. ഇനി ആരാ എന്റെ അടുത്ത് ചോദിച്ചത്? ഒരൊറ്റ മിനിറ്റ് കേട്ടോ. സയൻസ് ടെസ്റ്റ് ചോദിച്ച ആളുടെ അടുത്തേക്ക് പോട്ടെ. ലസൈൻസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സോഡിയം ലസൈൻസ് ടെസ്റ്റ് ഓക്കെ ചന്ദന എന്റെ അഭിപ്രായം. ലസൈൻസ് ടെസ്റ്റിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ലസൈൻ സൊല്യൂഷൻ ആണ് അല്ലെ, അല്ലെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ
നിങ്ങൾ ആദ്യം തന്നെ ഈ ഫ്യൂഷൻ ട്യൂബ്സ് എന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കുറച്ച് ട്യൂബുകൾ കിട്ടും. ആ ട്യൂബ് എടുക്കുക. ആ ട്യൂബിനകത്തേക്ക് ഒരു കുഞ്ഞു കഷ്ണം സോഡിയം ഇടാം. ഓക്കെ, ഒരു കുഞ്ഞു കഷ്ണം സോഡിയം മുറിച്ചിടുക. അതിനകത്തേക്ക് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് ഒരു 2 ഡ്രോപ്സോ 3 ഡ്രോപ്സോ അങ്ങനെ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. നന്നായിട്ട് ഹീറ്റ് ചെയ്ത് ഏത് പോയിന്റ് വരെ ഹീറ്റ് ചെയ്യണം, അത് റെഡ് ഹോട്ട് ആവണ വരെ ഹീറ്റ് ചെയ്യണം. ആ ട്യൂബ് റെഡ് ഹോട്ട് ആവണ വരെ ഹീറ്റ് ചെയ്യണം. റെഡ് ഹോട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ട്യൂബിനെ ഒരു ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ഇടണം. ഭയങ്കര ചൂടായ സാധനല്ലേ, ഗ്ലാസ് അല്ലേ, അത് വെള്ളത്തിൽ ഇടുമ്പോൾ പൊട്ടും. പൊട്ടിക്കഴിയുമ്പോൾ ഈ ടെസ്റ്റിന്റെ മെയിൻ മിക്സ്ചർ ആ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ വാഷ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ബോയിൽ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ലസൈൻസ് എക്സ്ട്രാക്ട് അല്ലെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഇനി നിങ്ങൾ ഇത് വെച്ചിട്ടാണ് ലസൈൻസ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ലസൈൻ സൊല്യൂഷൻ എടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് നൈട്രജനെ ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനകത്ത് നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം, ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള FeSO4ഉം അതിനകത്തേക്ക് കുറച്ച് ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രഷ്യൻ ബ്ലൂ കളർ സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ സൊല്യൂഷനിൽ നൈട്രജൻ ഉണ്ട്. അല്ല, ഇങ്ങനെയല്ല, ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഹാലജൻസിനെയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ വീണ്ടും ഒരു കുഞ്ഞ് ട്യൂബ് എടുക്കുക. ആ ട്യൂബിനകത്തേക്ക് കുറച്ച് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക. നമ്മുടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ചില സയൻസ് എക്സ്ട്രാക്ട് ഇല്ലേ, അതിൽ നിന്ന് ഒരു ഇത്തിരി എടുക്കാൻ അതെടുക്കുക. അതിനകത്തേക്ക് ഡൈല്യൂട്ട് HNO3യും സിൽവർ നൈട്രേറ്റും ഒഴിക്കുക. ഇത് ഒഴിക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് ഞാൻ കുറച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ അത് അവിടെ സൊല്യൂബിൾ ആവുകയാണെങ്കിൽ ക്ലോറിൻ, അത് പാർഷ്യലി സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ബ്രോമിൻ. ഇനി ഇതൊന്നുമല്ല, ഒരു യെല്ലോ ബ്രൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് NH4OH. എടാ മലയാളത്തിൽ എഴുതാൻ പറ്റില്ലടാ, ഇംഗ്ലീഷിൽ തന്നെ എഴുതണം, മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് എഴുതാ, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, അതിൽ നിങ്ങളുടെ ഗ്രാമറിനൊന്നും വലിയ കഥയില്ല. ആ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഇൻസൊല്യൂബിൾ ഇൻ NH4OH. അപ്പൊ അത് ഏതാ സാധനം, ഇറ്റ് ഇസ് അയഡിൻ. ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് പാർഷ്യലി സൊല്യൂബിൾ ഇൻ NH4OH ഏതാ, ബ്രോമിൻ. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ഇൻ NH4OH ഏതാ, ക്ലോറിൻ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാൻ. അടുത്തത് സൾഫർ ടെസ്റ്റ് ചെയ്യാൻ. സൾഫർ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മലയാളം ക്വസ്റ്റ്യൻ ഇനിയിപ്പോ ആരെങ്കിലും മലയാളം മീഡിയം ഒക്കെ പഠിച്ചു വന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ മണ്ടത്തരാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളം മീഡിയം എന്ന് പറഞ്ഞ പരിപാടി എടുത്ത് കളയേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. അത് ഞാൻ മലയാളത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പറയണതല്ല, അത് ശരിക്കും നിങ്ങൾക്ക് ഒരു എത്തിപ്പണിയാണ്. ശരിയാണ്, 10ാം ക്ലാസ് വരെ മലയാളം പഠിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ +1 വരുമ്പോ +2 വരുമ്പോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത വാക്കുകളാണ് +1 +2 പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് പഠിക്കേണ്ട വരുന്നത്. സോ മലയാളം മീഡിയം ഒരു പണിയാണ്, പക്ഷെ പറഞ്ഞ കാര്യമില്ല. മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുക്കണു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ +1 +2 പണ്ടത്തെ മലയാളത്തിലൊന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ല, ചെക്ക് ചെയ്യാൻ പോലും ഇല്ല. ഇംഗ്ലീഷ് മീഡിയം തന്നെ, ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. ഒരാള് മാർക്ക് തരില്ല. ടെൻഷൻ ആക്കാൻ പറഞ്ഞതല്ല, അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, to a little of the sodium fusion extract add sodium nitroprusside solution. കുറച്ച് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക, സോഡിയം നൈട്രോപ്രൊസൈഡ് ആഡ് ചെയ്യുക. ഒരു പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളർ കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതിനകത്ത് സൾഫർ ഉണ്ട്. ഓക്കെ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിന്റെ ചാർട്ട് ഉണ്ടോ കാണിക്കാൻ? എടാ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എങ്ങനെ ഉണ്ടാക്കിയെന്നാണോ? എടാ ഒരു കഷ്ണം സോഡിയം ഇടാ, അതിനകത്ത് കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട് ഇടാ, റെഡ് ഹോട്ട് ആവണ വരെ ഹീറ്റ് ചെയ്യുക. ആ സാധനത്തിന് വെള്ളത്തിലിട്ട് പൊട്ടിക്കുക. പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ചൂടാക്കിയിട്ട് ബോയിൽ ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ, അത് വേറെ ചാർട്ടൊന്നും ഇല്ല. എല്ലാ നോട്ടിലും ഉണ്ട് എന്റെ മോനെ. ആ നോട്ടൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. റെസനൻസ് പൊതുവെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെസനൻസിൽ എന്താ ചെയ്യാനുള്ളത്? ആ ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യുക. ഒരു ഇലക്ട്രോണിനെ ജമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം ഞാൻ കാണിച്ചു തരാം. എന്റെ റെസനൻസ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഫീനോളാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചാണ്. ഒന്ന് നോക്കിയേ, OH എന്ന് പറയുമ്പോൾ അവിടെ 2 ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട് അല്ലെ. ആ 2 ഇലക്ട്രോൺസിന് ഞാൻ അത് അവിടെ സ്റ്റെബിലിറ്റി ഇല്ല, അത് ഈ ബോണ്ടിലേക്ക് ജമ്പ് ചെയ്തു അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ടാവണു? അവിടെ നെക്സ്റ്റിൽ നോക്കിയേ 2 ബോണ്ട് വന്നു. പക്ഷെ അവിടെ 2 ബോണ്ട് വരുമ്പോ അവിടെ സ്റ്റേബിൾ ആണോ? അല്ല, കാരണം അവിടെ ഓൾറെഡി 3 ബോണ്ട് ഉണ്ട്, ഒരെണ്ണം എക്സ്ട്രാ വരാണ്. അപ്പൊ അതെന്ത് ചെയ്യും? ആ ബോണ്ട് നെക്സ്റ്റ് പൊസിഷനിലേക്ക്, ഇവിടത്തെ നെക്സ്റ്റ് ബോണ്ട് നെക്സ്റ്റ് പൊസിഷനിലേക്ക് ജമ്പ് ചെയ്യും. ഒരു ബോണ്ടിനെ ഞാൻ പൊട്ടിക്കുമ്പോ നെക്സ്റ്റ് കോർണറിലേക്കാണ് കാണിക്കേണ്ടത്.
ഒരു ബോണ്ട് ഉണ്ടാക്കുമ്പോ ഞാൻ നടുവിലേക്ക് വേണം കാണിക്കാൻ. കണ്ട, ഇവിടെ ഞാൻ നടുക്കിലേക്കല്ലേ കാണിച്ചേക്കണേ, ഈ ബോണ്ട് ഞാൻ പൊട്ടിച്ചപ്പോ കോർണറിലേക്കല്ലേ കാണിച്ചത്. പിന്നെ അത് ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് കാണിക്കുക. ഇപ്പൊ ഇവിടെ ഈ ബോണ്ട് പൊട്ടിച്ച് 2 ഇലക്ട്രോൺ ഇവിടെ വന്നു നിന്നു, അതുകൊണ്ടാണ് അവിടെ മൈനസ് ചാർജ്. ആ മൈനസ് ചാർജിന് അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നെക്സ്റ്റ് ബോണ്ടിന്റെ നടുക്കിലേക്ക് ഇവിടെ വരും. ഓക്കെ, അപ്പൊ അടുത്തതിൽ എന്ത് സംഭവിക്കും? അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ ബോണ്ടിന് സ്റ്റെബിലിറ്റി ഇല്ല, അപ്പൊ ഈ ബോണ്ട് എന്തായി? നെക്സ്റ്റ് കോർണറിലേക്ക് പോയി. ഓക്കെ, അപ്പൊ നെക്സ്റ്റിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു മൈനസ് ചാർജ്, ഇതിവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, അപ്പൊ ഇത് ഇവിടേക്ക് വരുന്നു, അടുത്ത സാധനം അപ്പൊ നെക്സ്റ്റ് കോർണറിലേക്ക് പോയി. അപ്പൊ എന്തുണ്ടായി? ഇവിടെ ഒരു മൈനസ് ചാർജ് വന്നു. ആ മൈനസ് ചാർജിന് അവിടെ സ്റ്റെബിലിറ്റി ഇല്ല, അത് നെക്സ്റ്റ് പൊസിഷനിലേക്ക് ജമ്പ് ചെയ്തു. ഇവിടെ ഓൾറെഡി ബോണ്ട് വന്നു. ഇതിവിടെ വരുമ്പോ ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല, അവിടെ 4 ബോണ്ടുകൾ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് വീണ്ടും ആ ഇലക്ട്രോൺസ് തിരിച്ചു വരും. അപ്പോ ഈ ഒരു ഫുൾ റൗണ്ട് ഓഫ് റെസനൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടണത്? ആ നടുക്കിൽ കാണുന്ന ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻസ് മാറി കിട്ടി. അത്രേ ഉണ്ടായുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബോണ്ടിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ കോർണറിലേക്ക് കാണിക്കുക, ഒരു ബോണ്ടിനെ ഫോം ചെയ്യാൻ വരുമ്പോൾ നടുക്കിലേക്ക് കാണിക്കുക. പിന്നെ അതൊരു ഓർഡറിൽ ചെയ്യുക. തോന്നിയ പോലെ അവിടെ 2 ഇവിടെ 2 പോയി കാണിക്കാണ്ട് അത് ഇങ്ങനെ ഒരു ഓർഡറിൽ ഒരെണ്ണം കഴിഞ്ഞ് ഇങ്ങനെ ഒരു മാല പോലെ ചെയ്യും. സംഗീതം, പിന്നെന്താ പറഞ്ഞത്? ഡെസ്റ്റിലേഷൻ ആൻഡ് ഡിസ്റ്റിലേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആൻഡ് വാക്യൂം ഡിസ്റ്റിലേഷൻ. സിമ്പിൾ ഡിസ്റ്റിലേഷൻ, അതായത് സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താടാ? ആവിയായി പോകുന്ന അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ സാധനങ്ങൾ ബോയിലായി വരും. സോ ആദ്യമേ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആള് ബോയിലായി ആ സാധനത്തിന് നമുക്ക് റിമൂവ് ചെയ്തെടുത്തൂടെ? പിന്നെ നെക്സ്റ്റ് ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ ബാക്കി ഉണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ ഡിസ്റ്റിലേഷന്റെ കേസിൽ. ഇനി നിനക്ക് വേണ്ടത് റെഡ്യൂസ്ഡ് പ്രഷർ അല്ലെങ്കിൽ വാക്യൂം കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ആ കണ്ടീഷൻ നീ യൂസ് ചെയ്യാൻ തന്നെയുള്ള ഒരു മെയിൻ കാരണം നോക്കിയടാ, ബോയിലിംഗ് പോയിന്റിന്റെ നിയർ ആയിട്ടുള്ള 2 സൊല്യൂഷൻസ് നിന്റെ കയ്യിൽ. നീ ഒന്ന് നോക്കിയേ, ഒരെണ്ണം 563, ഒരെണ്ണം 453. നമുക്ക് കാണുമ്പോൾ തോന്നും ഒരു 100 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിക്കഴിയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുന്നത്. സോ ആ പറയുന്ന ആൾക്കാർ ആ പോയിന്റ് എത്തുമ്പോഴേക്കും പെട്ടെന്ന് ഡീകമ്പോസ് ആവാൻ ചാൻസ് ഉണ്ട്. ഡീകമ്പോസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ സെപ്പറേറ്റ് ചെയ്ത വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? അവിടെ നമ്മൾ വാക്യൂം കൊടുക്കും, അല്ലെങ്കിൽ പ്രഷറിനെ നമ്മൾ ലോവർ ചെയ്യും. പ്രഷറിനെ ലോവർ ചെയ്യണതല്ലേ വാക്യൂം എന്ന് പറയുന്നത്. പ്രഷർ 0 ആവുന്നതിനോടല്ലേ നമ്മൾ വാക്യൂം കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത്. സോ നീ പ്രഷർ ലോവർ ആവുമ്പോ എന്താ സംഭവിക്കുന്നത്? പ്രഷർ ലോവർ ആവുന്ന സമയത്ത് ഒരു ഡീകമ്പോസിഷന് സംഭവിക്കാണ്ട് നമുക്ക് നമ്മുടെ സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം പ്രഷറും ബോയിലിംഗ് പോയിന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ റെഡ്യൂസ് ആകുമ്പോൾ ബോയിലിംഗ് പോയിന്റ് റെഡ്യൂസ് ആവും. സോ നമുക്ക് ഡീകമ്പോസിഷൻ ടെമ്പറേച്ചറിൽ എത്താണ്ട് തന്നെ നമ്മുടെ സൊല്യൂഷനെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഏത് കേസിലാണ് യൂസ് ചെയ്യുക? ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റിനോട് നിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കേസിൽ. ഇനി എന്താണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത്? ദേവപ്രിയ, വുഡ്സ് റിയാക്ഷൻ, കോൾബേസ് ഇലക്ട്രോളിസിസ് ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ പ്രോപ്പർ ആയിട്ട് ആ ഒരു ഒറ്റ ഇത് അയച്ചു തരാം. ഞാൻ അതിപ്പോ നോക്കാൻ നിന്നിട്ട് കാര്യമില്ല. പിന്നെ ന്യൂമാൻ പ്രൊജക്ഷൻ, അതുപോലെ തന്നെ സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ്. ന്യൂമാൻ തന്നെ, അതായത് ന്യൂമാൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ മുഖം പോലെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വന്നു, ഇതിന്റെ സെയിം ഓവർലാപ്പ് ചെയ്തിട്ട് വരാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എക്ലിപ്സ്ഡ്. ഇനി ഇങ്ങനെ വരച്ചു, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ സ്റ്റാഗേർഡ്. ഇതേത് പ്രൊജക്ഷനാ? ന്യൂമാൻ പ്രൊജക്ഷൻ. ഇനി നിങ്ങൾക്ക് സോഹോഴ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ പോലെ വരയ്ക്കുക. 1, 2, 1, 2, 3. അതേപോലെ തന്നെ 1, 2, 3 ആണെങ്കിൽ ദാറ്റ് ഇസ് എക്ലിപ്സ്ഡ് ആണോ സ്റ്റാഗേർഡ് ആണോ? എക്ലിപ്സ്ഡ്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാലോ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഒരൊറ്റ മിനിറ്റ് കേട്ടോ. ഉണ്ടാവും. അതായത്
കീ ആയില്ല തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ എക്ലിപ്സ്ഡ് വരച്ചു. ഇനി സ്റ്റാഗേർഡിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? അത് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. സോ ഇങ്ങനെ തന്നെ ഒരു ആക്സിസ് കാണിക്കുക, 1 2 3, അതിന്റെ ഓപ്പോസിറ്റ് ബാക്കിൽ വരയ്ക്കുക. ഓക്കെ, ഇതാണ് സ്റ്റാഗേർഡ്. ഇനി എക്ലിപ്സ്ഡിനാണോ സ്റ്റാഗേർഡിനാണോ മോസ്റ്റ് സ്റ്റെബിലിറ്റി? ആർക്കാ? സ്റ്റാഗേർഡിനാണ്. കാരണം എന്താ? സ്റ്റാഗേർഡ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? അവര് മാക്സിമം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ റിപ്പൽഷൻ വിൽ ബി മിനിമം. റിപ്പൽഷൻ മിനിമം ആവുമ്പോൾ സ്റ്റെബിലിറ്റി വിൽ ബി മാക്സിമം. സ്റ്റാഗേർഡ്, സ്റ്റേബിള്, ഇങ്ങനെയാണ് പഠിക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ടായേ. പഠിച്ചോളൂ. ഇനി ജെൽദാൽസ് മെത്തേഡ് വേണമെന്ന് പറഞ്ഞു. ജെൽദാൽസ് ഹക്കിൾസ് റൂൾ ചെയ്യാൻ അറിയോ ആൾക്കാരെ? ജെൽദാൽസ് മെത്തേഡിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ എടുത്തിട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 നിങ്ങൾ ഹീറ്റ് ചെയ്യണം. ഓർഗാനിക് കോമ്പൗണ്ടിനെ എടുത്തു, കോൺസെൻട്രേറ്റഡ് H2SO4 നിങ്ങൾ ഹീറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കാർബൺ അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാർബണും ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും വാട്ടർ ആയിട്ട് മാറി. ഓക്കെ, കാർബണും ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും വാട്ടർ ആയിട്ട് മാറി. നൈട്രജൻ എന്തായിട്ട് മാറും? അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും. അങ്ങനെ നമ്മുടെ ആ മിക്സ്ചറിൽ എന്തൊക്കെ ഉണ്ടാവും? ആ റിസൾട്ടിങ് മിക്സ്ചറിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ അമോണിയ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അത് നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും? നമ്മുടെ HCl സൊല്യൂഷൻ അല്ലെങ്കിൽ H2SO4 സൊല്യൂഷൻ വെച്ചിട്ട് കളക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത് കളക്ട് ചെയ്തതിനു ശേഷം കുറച്ച് ആസിഡ് റിയാക്ട് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, കുറച്ച് ആസിഡ് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ആ ആസിഡിന് നിങ്ങൾ ടൈട്രേറ്റ് ചെയ്യണം. ആ ടൈട്രേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ amount of ammonia കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായിട്ട് ടൈട്രേറ്റ് ചെയ്യണത്? സ്റ്റാൻഡേർഡ് ആൽക്കലി സൊല്യൂഷൻ ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ആസിഡിന്റെ വാല്യൂ കിട്ടും. സോ അതാണ് നിങ്ങളുടെ കറസ്പോണ്ടിങ് അമോണിയയുടെ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഒരൊറ്റ മിനിറ്റ് കേട്ടോ. നിങ്ങൾ ആ ഹക്കിൾസ് റൂളിന്റെ പ്രോബ്ലം ഒന്ന് ചെയ്യേ. ഹക്കിൾസ് റൂൾ എന്തൊക്കെയായിരുന്നു? സൈക്ലിക്, കോൺജുഗേറ്റഡ്, പ്ലനാർ ആൻഡ് സിസ്റ്റംസ് ക്യാരിയിങ് 4n+2 പൈ ഇലക്ട്രോൺസ്. അപ്പൊ അതെ, ഈ പറഞ്ഞ സാധനത്തിന്റെ ഹക്കിൾസ് റൂൾ വേഗം ചെയ്തോട്ടാ. ഇതേതാ സാധനം? നാഫ്തലീൻ. വേഗം ചെയ്തോട്ടാ. ഒരു ഡബിൾ ബോണ്ട് കൂടുതലാണ് കേട്ടോ നമ്മൾ വരച്ച സ്ട്രക്ചറിന്. ഇത് വരില്ല കേട്ടോ. n is equal to 2. 4n+2 പൈ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ n is equal to 2. അരോമാറ്റിക് ആണ്. കാരണം
അത് സൈക്ലിക് ആണ്. നിങ്ങൾ ആ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. ഇറ്റ് ഇസ് സൈക്ലിക്, കാരണം അതൊരു സൈക്ലിക് ആയിട്ടാണ് ഇരിക്കുന്നത്. കോൺജുഗേറ്റഡ് ആണ്, നമ്മുടെ ഡബിൾ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് റൊട്ടേറ്റിംഗ് ആണ്. പ്ലനാർ ആണ്, ഒരൊറ്റ പ്ലെയിനിലാണ് നമ്മുടെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇനി നമ്മുടെ 4n+2 ഇലക്ട്രോൺസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഓരോ ബോണ്ടിലും 2 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. വി ഹാവ് 5 ബോണ്ട്സ് അല്ലെ. 5 ബോണ്ട് എന്ന് പറയുമ്പോൾ 5 × 2 വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺസ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം 4n+2 എന്ന് പറഞ്ഞാൽ എന്താടാ, ഒരു n എന്ന് പറഞ്ഞാൽ എന്താ, എത്ര റിംഗ് ഉണ്ട് എന്നുള്ളതാണ് n എന്ന് പറയുന്നത്. സോ 4n+2 എന്ന് പറഞ്ഞാല് 4 × 2 + 2 വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺസ്. സോ രണ്ടും 10 ഇലക്ട്രോൺസ് ആണ്. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് വി ക്യാൻ സേ ഇറ്റ് ഇസ് aromatic and it follows Huckel's rule. ഓക്കെ ആണോ? ഇനി നിങ്ങൾ ആ റിയാക്ഷൻസ്, നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. മാർക്കോണിക്കോസ് റൂൾ. എന്താ മാർക്കോണിക്കോസ് റൂൾ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു അൺസിമെട്രിക്കൽ റിയേജന്റിനെ ഞാനൊരു അൺസിമെട്രിക്കൽ ആൽക്കീനിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ദ നെഗറ്റീവ് പാർട്ട്, അതായത് HBr ആണെങ്കിൽ അതിൽ Br- ആണ് നെഗറ്റീവ് പാർട്ട് അല്ലെ. ആ നെഗറ്റീവ് പാർട്ട് എവിടെ പോയി ജോയിൻ ചെയ്യും? ഇറ്റ് വിൽ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റി മാർക്കോണിക്കോസ് റൂൾ. ആന്റി മാർക്കോണിക്കോസ് റൂളിൽ എന്താ സംഭവിക്കുന്നത്? ഇതേ കാര്യം തന്നെ. When an unsymmetrical reagent is added to an unsymmetrical alkene in the presence of hydrogen peroxide. അതുകൊണ്ട് this is also known as peroxide effect. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? Negative part gets added to the carbon containing more number of hydrogen atom. Okay, ആ റൂൾ നോക്കണം. പിന്നെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? കാർബൺ ഡയോക്സൈഡിന്റെ റിമൂവൽ. ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജന്റെ അഡീഷൻ, അങ്ങനത്തെ ടേംസ് ഒക്കെ നോക്കണം കേട്ടോ. നെക്സ്റ്റ് സെയ്റ്റ്സഫ് റൂൾ. സെയ്റ്റ്സഫ് റൂളിൽ എന്താ പറയുന്നത്? ബീറ്റ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ റിയാക്ഷൻസ് ആണ് സെയ്റ്റ്സഫ് റൂളിൽ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ ഡബിൾ ബോണ്ടിന്റെ ബോത്ത് സൈഡ്സിൽ മോർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ളതായിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ് അല്ലെ. ഇപ്പൊ ഞാൻ പറയുകയാണത് CH3 ഡബിൾ ബോണ്ട് ഇങ്ങനെയല്ല വരുന്നതെന്ന് വിചാരിക്കുക. എന്നാലും CH2 CH2 CH3 അല്ലാണ്ട് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH3 CH2 ഡബിൾ ബോണ്ട് CH2 CH3. സോ ഇതിൽ വിച്ച് വൺ വിൽ ബി ദ പ്രിഫേർഡ് പ്രൊഡക്റ്റ്? സെക്കൻഡ് വൺ. കാരണം ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, ഇവിടെ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പേ വരുന്നുള്ളൂ. മനസ്സിലായോ? അതാണ് സെയ്റ്റ്സഫ് റൂളിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് മാർക്കോണിക്കോസ് റൂള് നമ്മുടെ പെന്റീൻ വെച്ചിട്ടാണ് എപ്പോഴും വരാറ് കേട്ടോ. ബ്യൂട്ടീനും പെന്റീനും ഒക്കെ വെച്ചിട്ട്. അപ്പൊ അത് ചെയ്ത് പഠിക്കുക. ഇനി സിസ് ഐസോമർ ആൻഡ് ട്രാൻസ് ഐസോമർ. സിസ് ഐസോമർ എന്ന് പറഞ്ഞാല് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് കംസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ഡബിൾ ബോണ്ട് അല്ലെ. ട്രാൻസ് ഐസോമർ എന്ന് പറഞ്ഞാലോ സെയിം ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിൽ വരണം. അപ്പൊ നോക്കിയടാ, C ഡബിൾ ബോണ്ട് C CH3 CH3 Cl Cl. സിസ് ആണോ ട്രാൻസ് ആണോ? സിസ് ഐസോമർ ആണോ ട്രാൻസ് ഐസോമർ ആണോ? ട്രാൻസ് ഐസോമർ ആണ്. അപ്പൊ സിസ് ഐസോമർ എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് C CH3 CH3 Cl Cl. ഓക്കെ, സോ ദിസ് ഇസ് സിസ്, ദിസ് ഇസ് ട്രാൻസ്. ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുക. പ്രോപ്പർ ആയിട്ട് മെറ്റീരിയൽ നോക്കി റെഫർ ചെയ്ത് പഠിക്കാം കേട്ടോ. ഞാൻ 2 പേർക്ക് വോയിസ് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവപ്രിയ ആൻഡ് ചന്ദൻ. അയക്കാൻ പറയാം കേട്ടോ അർച്ചന മിസ്സിന്റെ അടുത്ത്. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നാളെ സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇരുന്ന് ചെയ്യാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്യാം. Bye bye. Good night.